പിതാവേ, അവിടുത്തെ പരിശുദ്ധ പാദപീഠത്തിൽ ഞങ്ങൾ അടുത്ത് വരുന്നു. ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തുടർമാനമായ തിരുവചനം പഠിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ദൈവം തരുന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യും. അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. ഈ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കണം. പങ്കുചേർന്നിരിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാ നന്മകൾക്കാരും നിറയ്ക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വന്ദനം. 2 ടൈം സോണിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് എന്ന അവസരത്തിനായി സ്തോത്രം. യുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച് നിർത്തിയത് 21-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അരുളി ചെയ്ത 21-ാം അധ്യായത്തിൽ കാണുന്ന ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് ഒന്ന് ഓർക്കാൻ വേണ്ടി നമുക്ക് ഏകദേശം ഒന്നുകൂടെ റിക്കളക്ട് ചെയ്യാം. 1-2 അധ്യായത്തിൽ സൃഷ്ടി, 3-ാം അധ്യായത്തിൽ വീഴ്ച, 4-ാം അധ്യായത്തിൽ കായീനും ഹാബീലും, 5-ാം അധ്യായത്തിൽ ഹാനോക്ക്, 6-ാം അധ്യായത്തിൽ നോഹ, 7-ാം അധ്യായത്തിൽ വെള്ളപ്പൊക്കം, 8-ാം അധ്യായത്തിൽ പെട്ടകം അരാരാത്രി ഉറയ്ക്കുന്നു, 9-ാം അധ്യായത്തിൽ അവർ പുറത്തിറങ്ങുന്നു, നോഹ മഴവില്ല് കാണുന്നു, നോഹ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്നു, മദ്യപിക്കുന്നു, വസ്ത്രം മാറിക്കിടക്കുന്നു, ഹാം കാണുന്നു, പുറത്ത് പറയുന്നു, ഹാം ശപിക്കപ്പെട്ടവനാകുന്നു. അതാണ് 9-ാം അധ്യായം. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിമ്രോദിനെ കാണുന്നു, ഹാമിന്റെ വംശപാരത്തിൽ നിമ്രോദ്. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ ബാബേൽ ടവർ, അത് നിമ്രോദാണ്. ഹാമിന്റെ വംശപാരമ്പര്യം എന്നാൽ അതിനകത്ത് നിമ്രോദ് വരുന്നു. നിമ്രോദിന്റെ കാലഘട്ടത്തിലാണ് ബാബേൽ പണിയുന്നത്. ബാബേലിലാണ് വിഗ്രഹാരാധന തുടങ്ങുന്നത്. അവിടെയാണ് കലക്കം ഉണ്ടാകുന്നത്. ആ കലക്കത്തിന്റെ ഒടുവില് ദൈവം ഹാരാനിൽ നിന്ന് ഷേമിന്റെ കൊച്ചുമകൻ അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിലൂടെ നമ്മൾ കാണുന്നു അവര് തേരഹും അബ്രഹാമും എല്ലാം കൂടെ വരുന്നു. ഹാരാനെ വെച്ച് തേരഹ് മരിക്കുന്നു. ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു 75-ാമത്തെ വയസ്സിൽ. അതിനിടയ്ക്ക് വാഗ്ദത്തം കൊടുക്കുന്നു. മിസ്രയീമിൽ പോകുന്നു, ഫറവോയുടെ കൊട്ടാരത്തിൽ പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും മുമ്പോട്ട് പോകുന്നു. ലോത്തിന്റെ ഇടയന്മാരും അബ്രഹാമിന്റെ ഇടയന്മാരും തമ്മിൽ പിണക്കം ഉണ്ടാകുന്നു. ലോത്തും അബ്രഹാം കൂടെ പറയുമ്പോൾ അബ്രഹാം ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ടെ, ഒറ്റ നിമിഷം കൊണ്ടെല്ലാം തകരുന്നു. എന്നാൽ അബ്രഹാമിന്റെ സ്റ്റാൻഡ് ദൈവം മാനിക്കുന്നു. അപ്പോൾ ഒരു വാഗ്ദത്തം കൊടുത്തു, നിന്റെ സന്തതിയെ പൊടി പോലെ ഞാൻ എന്ത് ചെയ്യും, വർദ്ധിപ്പിക്കും. 13-ാം അധ്യായം. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ലോത്തിനെ തട്ടിക്കൊണ്ട് പോകുന്നു, പുറകെ പോകുന്നു, രക്ഷിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ മൽക്കീസേദെക്ക് എതിരേറ്റ് വരുന്നു, അപ്പവും വീഞ്ഞും കൊടുക്കുന്നു. അബ്രഹാം മൽക്കീസേദെക്കിന് സകലത്തിനും ദശാംശം കൊടുത്തു. അതാണ് 15-ാം അധ്യായം. 14-ാം അധ്യായം. 15-ാം അധ്യായത്തിൽ അപ്പം ദൈവം എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ അതിമഹത്തായ പരിചയം നിന്റെ പ്രതിഫലമാണെന്ന് പറയുന്നു. ഞാൻ നിന്റെ സന്തതിയെ ആകാശത്തിനെ നക്ഷത്രങ്ങൾ പോലെ വർദ്ധിപ്പിക്കും. അവിടെ ഒരു യാഗം കഴിക്കുന്നു. ആ പക്ഷികളെ പിളർന്നില്ല. ഒരു വലിയ ഭീതി വരുന്നു. ആ സമയത്ത് റാഞ്ചൻ പക്ഷികൾ ഇറങ്ങുന്നു. അബ്രഹാം അതിനെ ആട്ടിക്കളയുന്നു. 15-ാം അധ്യായം. 16-ാം അധ്യായത്തില് സാറയ്ക്ക് മക്കളില്ല. 10 വർഷം കഴിഞ്ഞു. അപ്പോൾ ആരെ കൊടുത്തു? ആഗറിനെ കൊടുത്തു. ആഗർ ഗർഭവതിയായി. അപ്പോൾ ആഗറിന്റെ കണ്ണിൽ യജമാനത്തിൽ നിന്നതിയായി. അപ്പൊ സാറ അബ്രഹാമിനോട് വഴക്കുണ്ടാക്കി. അബ്രഹാം പറഞ്ഞു, ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു. കാഠിന്യപ്പെടുന്നു സാറ. ആഗർ ഇറങ്ങി ഓടുന്നു. ദൈവദൂതൻ തിരിച്ചു വരുന്നു. അങ്ങനെ ഇസ്മായിൽ ജനിക്കുന്നു. 86-ാമത്തെ വയസ്സ്. 17-ാം അധ്യായം. 99 വയസ്സായി അബ്രഹാമിന്. 13 വർഷം ആരും മിണ്ടിയില്ല. ദൈവം മിണ്ടിയില്ല. 99 വയസ്സായപ്പോൾ ദൈവം വന്നിട്ട് പറഞ്ഞു, ഐ ആം എൽ ശദ്ദായി, സർവശക്തനായ ദൈവമായ യഹോവ. അതാണ് 17-ാം അധ്യായം. 18-ാം അധ്യായത്തിൽ ദൂതന്മാർ വരുന്നു. അബ്രഹാം നിരത്തോളം കുനിയുന്നു. അവരെ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു. എന്നിട്ട് ഒരു കാളയെ അറക്കുന്നു, പാചകം ചെയ്യുന്നു, ഇടങ്ങരി മാവിടുന്നു, അവർക്കത് വച്ചു ഉണക്കുന്നു. അബ്രഹാം ശുശ്രൂഷ കൊണ്ട് നിൽക്കുന്നു, അവരെ കൊണ്ടാക്കുന്നു. അപ്പോൾ അവര് പോകുന്നു. അബ്രഹാം ഇടിവി നിൽക്കുന്നു. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്വതം ഗൊമോറ ഓടാൻ പറയുന്നു. എങ്ങോട്ട്? പർവ്വതത്തിലേക്ക്. പോയില്ല. എവിടം വരെ ചെന്നു? ആ ഇടയ്ക്ക് വെച്ച് ഓട്ടം നിർബന്ധിച്ചു. എനിക്ക് അവിടം വരെ ഓടിയെത്താൻ ഒക്കത്തില്ല. ഇടയ്ക്ക് വെച്ച് നിന്നു. ഇടയ്ക്ക് വെച്ച് നിന്നത് കൊണ്ട് ദുരിതം ഉണ്ടായി. 2 മക്കള്. ആ മക്കൾക്ക് അവന്റെ കൂടെ ശയിച്ചു. പക്ഷെ അവർ ശയിച്ചതും എഴുന്നേറ്റതും അപ്പുറം നിലയിൽ എന്ത് ചെയ്തില്ല? അറിഞ്ഞില്ല. ദുരന്തം. 20. അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. 21-ലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിന് അവധി വെച്ച് എന്ത് ചെയ്തു? അബ്രഹാമിന് അവധി വെച്ചു. ആ വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തു. അങ്ങനെ ഇസ്ഹാക്ക് ഉണ്ടായി. ഇസ്ഹാക്ക് വളരുന്നു. ഇസ്ഹാക്ക് വളരുമ്പോൾ ദാസിയുടെ സന്തതി
എന്താണ് പരിഹാസി എന്ന് കണ്ടിട്ട്, കണ്ടല്ലോ, അത്ര ഓർമ്മ വന്നല്ലോ, പരിഹാസി എന്ന് കണ്ടിട്ട് അവിടെ ഇറക്കി വിടണമെന്ന് പറഞ്ഞു. ആ കാര്യം അബ്രഹാമിന് അനിഷ്ടമായി. പക്ഷെ ദൈവം വന്ന് പറഞ്ഞു, സമാധാനം ഉണ്ടാകുന്നവർ ഭാഗ്യവാന്മാർ, കുടുംബ സമാധാനം വലുത്. അങ്ങനെ ഇറക്കി വിടുന്നു. ഒരു തുരുത്തി വെള്ളവും അടയൊക്കെ കൊടുത്ത് വിടുകയാണ്. പക്ഷെ മരുഭൂമി വെച്ച് മരുഭൂമി വെച്ച് വീണ്ടും നമ്മൾ കാണുന്നു, ദൈവം ഇടപെടുന്നു. പിന്നെ ഇസ്മായിൽ തളർന്നു വീഴുന്നു. എന്നാൽ ഹാഗർ ഇങ്ങനെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു. അതാണ് 21-ാം അധ്യായം. 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനെ അനന്തരം പരീക്ഷിക്കുന്നു. എബ്രഹാം, അങ്ങനെയാണ് എഴുതിക്കുക. കണ്ടോ, 22-ാമത്തെ അധ്യായം. 22-ാമത്തെ അധ്യായം. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു. He tested, അങ്ങനെ എഴുതിക്കുക. And after these things God tested. He tested. He tested Abraham. എന്താ അതിൻ്റെ അർത്ഥം? അനന്തരം ടെസ്റ്റ് ചെയ്തു. വളരെ ഗൗരവമായ ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, God never tempts us, but He tested us. ദൈവം ഒരിക്കലും പ്രലോഭിപ്പിക്കത്തില്ല, പക്ഷെ പരീക്ഷിക്കും. പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കും, ദൈവം നമ്മളെ പരീക്ഷിക്കും. പരീക്ഷയും പ്രലോഭനം രണ്ടും രണ്ടാണ്. മനസ്സിലായല്ലോ? പരീക്ഷയും പ്രലോഭനം രണ്ടും രണ്ടാണ്. ഗോഡ് ടെസ്റ്റഡ് എബ്രഹാം. അങ്ങനെ ചെന്നിട്ട് അവനെ യാഗം കഴിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ അബ്രഹാം കുഞ്ഞുമായിട്ട് യാഗം കഴിക്കാൻ പോകുന്നു. ആ പോകുന്ന വഴി കുഞ്ഞൊരു ചോദ്യം ചോദിക്കുന്നു. അപ്പം എല്ലാം ഉണ്ടല്ലോ, പക്ഷേ ആരെവിടെ? ആട്ടുംകുട്ടി. അപ്പം ദൈവം ഒരു മറുപടി പറഞ്ഞു, മോനെ, യഹോവ കരുതി. യഹോവ ജായിരെ. ദൈവം എന്ത് ചെയ്യുന്ന ദൈവം? കരുതുന്ന ദൈവം. അത് വളരെ കൃത്യമായിട്ട് ഓർക്കുക. അവിടുത്തെ ഏറ്റവും വലിയ സന്ദേശം, ദൈവം കരുതുന്ന ദൈവം. അതെല്ലാം ദൈവമക്കളും അറിയണം. ഈസ് ഗോഡ് ഹു കെയർസ്. നമുക്ക് വേണ്ടി കരുതുന്ന യഹോവ ജായിരെ. ഈ വൺ ഹു പ്രൊവൈഡ്സ് ഫോർ. നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. അന്നേരം ചോദിച്ചു, മോനെ, ദൈവം തനിക്ക് ഹോമയാഗത്തിനൊരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളുമെന്ന് പറഞ്ഞു. തനിക്ക്. ആരെ? ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളു. അങ്ങനെ അങ്ങനെയാണ് തൻ്റെ മകന് വരെ ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ, യഹോവ ജായിരേ, യഹോവ ഇരേ എന്ന് എന്ത് ചെയ്തു? പേരിട്ടു. അങ്ങനെ അബ്രഹാമിന് ആ സ്ഥലത്തിന് ഹോമയാഗം കഴിച്ചു. അബ്രഹാം ആ സ്ഥലത്തിന് യഹോവ ഇരേ എന്ന് പേരിട്ടു. അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഇങ്ങനെ കുഞ്ഞ് പോകുമ്പം വിറകെടുത്ത് തൂണിൽ വെച്ചു. എന്തിനാ വിറകെടുത്ത് തൂണിൽ വെച്ചത്? അതൊരു വലിയ കാര്യമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഗബ്ബദ മുതൽ ഗോൽഗോൽത്ത വരെ ഏകജാതനായ പുത്രൻ കുരിശു കൊടുത്തുകൊണ്ടാണ് പോയത്. ആരും കുരിശെടുക്കാൻ തുനിഞ്ഞില്ല. പക്ഷെ ഇടയ്ക്ക് ശീമോൻ മാത്രം കുരിശിൻ്റെ അറ്റം ഒന്ന് താങ്ങിക്കൊടുത്തു. ബൈബിളിൽ വരുന്ന കുറേനക്കാരനായ ശീമോൻ. അപ്പൊ അതുകൊണ്ട് ഓർക്കുക, ആ ഒരു നിഴലാണ് ഇവിടെ കാണുക. ഏകജനായ പുത്രൻ ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഈ അബ്രഹാം ചെയ്തതിനാണ് വലിയ കാര്യം. നിന്റെ മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു? അധികാലത്ത് എഴുന്നേറ്റു. കണ്ടോ? അബ്രഹാം 3-ാം വാക്യം. അബ്രഹാം എപ്പോൾ എഴുന്നേറ്റു? അധികാലത്ത് എഴുന്നേറ്റു. അതും ഗൗരവമായിട്ട് ഓർക്കണം. ആരാധനയ്ക്ക് പോകാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അധികാലത്ത് എഴുന്നേറ്റു. എനിക്ക് ജർമ്മന്റെ പശ്ചാത്തലം അറിയത്തില്ല, എങ്കിലും റാന്നിയുടെ പശ്ചാത്തലം പറയട്ടെ. സങ്കടം തോന്നാറുണ്ട് പലപ്പോഴും. ഞായറാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാവരും രാവിലെ എഴുന്നേൽക്കും. അവർക്ക് സ്കൂളിൽ പിള്ളേരെ വിടണം, ജോലിക്ക് പോകണം, അവർക്ക് കടയിൽ പോകണം, അവർക്ക് പല കാര്യങ്ങൾ ചെയ്യണം. അതിനെല്ലാവരും രാവിലെ എഴുന്നേൽക്കും. ഞായറാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടോ?
എല്ലാവരും കിടന്നുറങ്ങും. അന്നൊരു ദിവസം, മറ്റു എല്ലാത്ത ദിവസം നമ്മൾ പിള്ളേരെയൊക്കെ അട്ടിച്ച് എഴുന്നേപ്പിച്ച് ദുർത്തി വെച്ച് പോകും. പക്ഷെ അന്നൊരു ദിവസം എല്ലാവരും വരുന്നത് റോഡേ വരുന്ന പോലെ. റോഡ് റോളർ വരുന്ന അറിയാമോ? എത്ര NH കൂടെ അതിന് പുതുക്കുവാനും പറ്റും. അല്ലാത്ത ദിവസം ഇവര് 5th ഗിയറിലാണ് വണ്ടി പോകുന്നത്. വളവൊക്കെ തിരിയുന്ന കണ്ടാൽ അത്ഭുതം തോന്നും. പക്ഷെ ഞായറാഴ്ച ഒരു വരവുണ്ട്, റോഡ് റോളറായിട്ട് പതുക്കെ ആടിയും ഇഴഞ്ഞു. ഞങ്ങളുടെയൊക്കെ സർവീസ് ഇപ്പം 3 സർവീസ്. പണ്ടേ 10:30 തുടങ്ങിയാൽ 1:30-2 വരെയൊക്കെ പോകാൻ. ഇപ്പം അങ്ങനെ ഒക്കത്തില്ല, ടൈം ലിമിറ്റാണ്. എനിക്ക് ചിലപ്പോൾ സങ്കടം തോന്നും. 6:30 സർവീസിന് 7:00 എത്തുന്നവർ, കാരണം 8:30 ആകുമ്പോൾ തീരുമല്ലോ. 8:30 തുടങ്ങുന്ന സർവീസിന് 9:00 എത്തുന്നവർ 10:00 തീരുമല്ലോ. പക്ഷെ അപ്പുറം എപ്പോൾ എഴുന്നേറ്റു? അധികോലത്ത് എഴുന്നേറ്റു. ഇതൊക്കെ ഉൾക്കൊണ്ടാണ് നമ്മൾ എന്തുകൊണ്ടാണ് ദൈവം ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കുക? അധികാലത്ത് എഴുന്നേറ്റു എന്ന് ആരാധനയ്ക്ക് പറഞ്ഞു കണ്ടോ. പക്ഷെ ഇന്ന് മനുഷ്യർക്കെല്ലാം ആരാധന ഒരു പ്രത്യേകിച്ച് ഇപ്പം ഈ സൂമൂടൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും മടി പിടിച്ചു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അധികാലത്തെ എന്ത് ചെയ്തു? വിറക് കീറി ഉണ്ടോ, വിറക് കീറി എടുത്തുകൊണ്ട്. ഇത് ഓർക്കേണ്ട കാര്യമാണ്. വിറക് കീറി എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയങ്ങളെ പുതിയ നിയമത്തിൽ വരുമ്പോൾ എന്തിനെ കീറണം? നമ്മൾ വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ തന്നെ കീറണം. ഹൃദയം തകർന്ന് മുറുകിയുമുള്ള ഹൃദയം, ആ ഹൃദയത്തെ കൈവിടാത്തൊരു ദൈവം. അപ്പൊ ദൈവസന്ധി വരുമ്പോൾ എങ്ങനെ വരും? ഒരു മുറുക്കത്തോടെ വരണം, ഒരു കീറപ്പെട്ട് വരണം. ഹൃദയങ്ങളെ കീറണം, വസ്ത്രങ്ങളെ അല്ല, ഹൃദയങ്ങളെ. പൊന്നു പ്രിയരെ, പുറം അകം കീറി വരണം ദൈവസന്ധി വരാൻ. അല്ല രാവിലെ എഴുന്നേറ്റ് ഒരു നിർനിമേഷരായിട്ട് ഒരു ഒരുക്കമില്ലാതെ ദൈവത്തെ ഓർത്ത് ദൈവസന്ധി വരല്ലേ. ഒരു നുറുക്കത്തോടെ വന്നാൽ കൈവിടാത്തൊരു ദൈവം. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് വിറക് കീറും. 2 കാര്യങ്ങൾ. ആരാധനയ്ക്ക് രാവിലെ എഴുന്നേൽക്കണം, ഒരു ഒരുക്കം വേണം, ഒരു തിടുക്കം വേണം. ഒരു തിടുക്കം ആരാധനയ്ക്ക് വേണം. അതെപ്പോഴും ഓർക്കണം, തിടുക്കം. ബാക്കി എല്ലാത്തിനും നമുക്ക് തിടുക്കമുണ്ട്. ഒരു ദിവസം ഞായറാഴ്ച വരുമ്പോഴേ ഉള്ളൂ ഈ റോഡ് റോഡായിട്ട് വരുന്നത്. കാരണം എന്താ എത്ര തിടുക്കത്തിന് ആവശ്യമില്ല, ചെറുത് ആവശ്യം എന്താ കുഴപ്പം? പക്ഷെ എനിക്കറിയാം നേരത്തെ വരുന്ന ദൈവമക്കളുണ്ട്. ഞാനൊരിക്കലും ഒരു കുടുംബത്തിനെ വളരെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഒരു കുടുംബത്തിൽ താമസിക്കുക, വളരെ ബ്ലസ്ഡായിട്ടുള്ള കുഞ്ഞുങ്ങൾ, മെഡിസിനൊക്കെ വളരെ എനിക്കൊരു സന്തോഷം തോന്നി. ഉണ്ടല്ലോ ഒരു പ്രത്യേക പീസ് ഉള്ള ഒരു ഐശ്വര്യമുള്ള ഒരു വീട്, മറക്കാത്തൊരു വീട്. ഞാൻ അവസാനമൊക്കെ പറഞ്ഞപ്പോൾ അമ്മയോട് പറഞ്ഞു, യു ആർ എ ബ്ലസ്ഡ് ലേഡി, യു ആർ എ ബ്ലസ്ഡ് മദർ. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളല്ലേ. അമ്മ എന്നോടൊരു കണ്ണീരോടൊരു കാര്യം പറഞ്ഞു, പക്ഷേ ഇതിനൊന്നും ഞങ്ങൾ യോഗ്യരല്ല. പിന്നെ എന്തെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ഒറ്റ യോഗ്യതയെ കാണുന്നു. ഞങ്ങൾ പല രാജ്യങ്ങളിൽ ജോലിയോടൊപ്പം താമസിച്ചു, ഇന്ത്യക്കകത്തും പുറത്തും, എവിടെയെല്ലാം ഞങ്ങൾ താമസിച്ചിട്ടുണ്ടോ. ഞങ്ങൾ എവിടെ കൂടുമോ ആ ആരാധനാ സ്ഥലത്ത് ഏറ്റവും ആദ്യം ചെല്ലുന്നത് ഞങ്ങളായിരിക്കും, ഏറ്റവും താമസിച്ചു പോകുന്നത് ഞങ്ങളായിരിക്കും. എവിടെല്ലാം ഞങ്ങൾ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്, ഞങ്ങൾ എവിടെല്ലാം ആരാധന ഭാഗമായിട്ടുണ്ട്. പല രാജ്യങ്ങൾ ഞങ്ങൾ കൂടുന്ന സഭയിലെ ആരാധനയ്ക്ക് ആദ്യം ചെല്ലുന്നത് ഞങ്ങളായിരിക്കും. ഞങ്ങളെ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഉപദേശി പോലും വന്ന് കാണത്തില്ല. ഞങ്ങൾ സ്ഥലം വൃത്തിയാക്കും, കാർപ്പറ്റ് വൃത്തിയാക്കും, കസേര പിടിച്ചിടും, മൈക്ക് വെക്കാൻ സഹായിക്കും. എല്ലാവരും പോയി കഴിയുമ്പോൾ പാതർത്ത് ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് ശാന്തമായിട്ട് പോകുന്നു. അനുഗ്രഹിക്കപ്പെടാൻ ഒരു കാരണമുണ്ടെങ്കിൽ ഒറ്റ കാരണം, ആരാധനയോടും ആരാധന സ്ഥലത്തോടും സഭയോടും ഞങ്ങൾ കാണിച്ച കൂറ് മാത്രം ദൈവം നീതിയായി കണക്ക്. അത് ഓർക്കുക. അധികാലത്ത് എഴുന്നേക്കണേ, ഒരു ഉത്സാഹം വേണേ. ചെറുപ്പക്കാരൻ മക്കളോടൊക്കെ പറയുക, വണ്ടിയൊക്കെ ഓടിച്ച് ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യണം. നമുക്കെന്തിനാ ദൈവം ആയുസ്സാരോഗ്യമൊക്കെ തന്നേക്കുന്നത്? ഞാൻ ചിലപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ ദൈവം വാഹനം തന്നിരിക്കുന്നത്? ഒരു വില കൂടിയ വാഹനമായിട്ട് ഒരു സഹോദരൻ വന്നൊരിക്കലും, അത്യാവശ്യം ആഡംബര കാറാണ്. അപ്പൊ ഞാൻ ഈ കാറുമായിട്ട് എൻ്റെ അന്നേരം ആ നിമിഷത്തിൽ ഒരു വണ്ടിയില്ല, കുറച്ച് പാവം പിടിച്ച ഒരു കോളനി ഭാഗത്ത് ഒരു അമ്മച്ചിമാരെ വിളിക്കണം.
അപ്പം ഞാൻ പറഞ്ഞു അവിടെ പോയി ഒന്ന് പിടിച്ചോണ്ട് വരാം, പുത്തൻ വണ്ടിയാ എന്ന് പറഞ്ഞ് വരാം. നല്ല സീറ്റ്, ലെതർ സീറ്റ്, നല്ല വണ്ടി. അപ്പം ഞാൻ വഴി അറിയത്തില്ല. അപ്പം എന്നോട് പറഞ്ഞു കാർഷോട് അല്ലെങ്കിൽ എനിക്ക് വഴി തെറ്റും. അപ്പം ഞാനവിടെ കൂടെ പോയി. ഈ അമ്മച്ചിമാരെ കൊണ്ടുപോകും. അപ്പോൾ തിരിച്ചു വരുമ്പോൾ കൂട്ടിൽ ഞാനവിടെ പോയി. നല്ല വണ്ടി, പാവം അമ്മച്ചിമാരിൽ ആദ്യമായിട്ട് വണ്ടിയെ കയറുക. അവർ ആ ലെതറിലിട്ട സീറ്റിൽ കൂടെ ഇപ്പുറത്തൂടെ ചവിട്ടി അങ്ങ് കയറി. സീറ്റിന്റെ മണ്ടേ കൂടെ ചവിട്ടി കയറി ഒരു അമ്മച്ചി. അപ്പൊ സീറ്റിന്റെ മണ്ടേ കൂടെ ചവിട്ടി കയറി അങ്ങനെ എനിക്ക് ഭയങ്കര അസ്വസ്ഥയായി. ഈ വണ്ടി ഇത്ര നല്ലൊരു വണ്ടി, എന്നിട്ട് ഇറങ്ങിയിട്ട് ഒരൊറ്റ അട ഡോറ് ടക്കൂന്ന് കേട്ടു. പണ്ടത്തെ അംബാസഡർ കാറൊക്കെ അടയ്ക്കുന്ന പോലെ. അപ്പൊ അങ്ങനൊന്നും അടയ്ക്കണ്ടായിരുന്നു. ഞാനത് ഈ സൗകര്യം ഫീൽ ചെയ്തു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, പക്ഷെ സന്തോഷമായി, ഒന്നുമില്ല അമ്മച്ചി ചവിട്ടിയപ്പോൾ ഞാൻ വണ്ടി അനുഗ്രഹിക്കപ്പെട്ടു. പിന്നെ എന്തിനാ ഇതൊക്കെ? സത്യത്തില് ചില രാവിലെയൊക്കെ എഴുന്നേൽക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ഒന്ന് ചെയ്യുക. ഒരു ഗ്ലാസ് ഫ്ലാസ്കിൽ വെള്ളമൊക്കെ ഇട്ടുകൊണ്ടാന്നേരം അവിടെ വരുന്ന ഗ്ലാസ്സൊക്കെ കൊണ്ടു കൊടുക്കുക. ഇതൊക്കെ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ അവിടെ ഒരു ഉത്സാഹമാണ്. ഇവിടെ അങ്ങനെയില്ല. ഞങ്ങളുടെ പ്രാദേശിക സഭ അതിൻ്റെ ആവശ്യമില്ല, അല്ലാതൊരു സംവിധാനമുണ്ട്. എന്നാൽ അല്ലാത്ത ഒത്തിരി സഭകൾ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്ലോറിഡയിലൊരു ചർച്ചുണ്ട്. അത് അവിടുത്തെ എൻ്റെ ഒരു മദർ ചർച്ച്, എന്നെ സ്നേഹിക്കുന്ന ഒരു ചർച്ച. എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ, എൻ്റെ കസിൻ്റെ വൈഫാണ് ആ ചർച്ചാണ്. അവരവിടുത്തെ വൺ ഓഫ് ദ ഒരു പാസ്റ്റേഴ്സാണ്. മെയിൻ 2 വർഷമായി ഒരാളെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ, ആ ജ്യേഷ്ഠൻ്റെ കുടുംബമാണ്. അപ്പോൾ ചേർത്തി അമ്മയുടെ കാര്യം, ചേർത്തി അമ്മയെ ഞങ്ങളുടെ അവിടുത്തെ ചർച്ചക്കാർ അറിയപ്പെടുന്നത് കാൻഡി ആൻറ്റി എന്നാണ്. കാൻഡി ആൻറ്റി എന്തിനാണെന്നറിയാം കാൻഡി ആൻറ്റി എന്നറിയപ്പെടുന്നത്? ഇഷ്ടംപോലെ മുട്ടായി മേടിച്ചു കൊടുക്കും. ഞായറാഴ്ച വരുമ്പോൾ പിള്ളേർക്കെല്ലാം മുട്ടായി കൊടുക്കും. അപ്പം ആൻറ്റിയെ റോണ്ടി നടക്കുമ്പോഴേ പിള്ളേർ പൊതിയും. സകല സഭയിലെ ആൾക്കാരുടെയും ബർത്ത്ഡേയുടെ ഡേയ്സ് ആൻറ്റിക്ക് അറിയാം. ആൻറ്റി അതിന് അവിടെ ഇഷ്ടംപോലെ ഓഫർ കിട്ടും. അപ്പം ഞങ്ങൾ ആൻറ്റിയെ വിളിക്കുന്ന JCPenney എന്നാണ്. കാരണം ഈ വില കുറഞ്ഞ് കിട്ടുന്ന ഈ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓഫറുള്ളപ്പോൾ പോയി തപ്പിപ്പിടിച്ച് ഓരോരുത്തരുടെ സൈസിൽ ഷർട്ടും പാൻറ്റും എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കും. ആരും ചോദിക്കാതെ ബർത്ത്ഡേക്ക് കൊണ്ട് ഞായറാഴ്ച ഗിഫ്റ്റ് കൊടുക്കും. വലിയ സന്തോഷമാണ്. ഗിഫ്റ്റ് ആൻറ്റി, കാൻഡി ആൻറ്റി. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ പറയും ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ അവിടെ പാവം പിടിച്ച ഉപദേശന്മാരെ ഒക്കെ വരും. ചിലരെയൊന്നും എപ്പോഴും എല്ലാവരും അറിയപ്പെടണമെന്നില്ല. ചിലരൊക്കെ ഇങ്ങനെ പ്രയർ ഇതായിട്ടൊക്കെ വരും. എന്നാൽ പാവം പിടിച്ച ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഉപദേശിമാരാണെങ്കിൽ ആൻറ്റി അവർ വരുന്ന 2 ബോക്സില്ലേ, ഒരു ബോക്സ് അങ്ങ് എടുത്തോണ്ട് പോകും. തിരിച്ചു പോകുമ്പോൾ അത് 23 കിലോ ആണെങ്കിൽ 23 കിലോയിൽ 23.5 കിലോ ആക്കി കൊടുക്കും, ഞെക്കി. അപ്പം ഞങ്ങൾ തമാശ പറയും, ആൻറ്റി തികഞ്ഞില്ലെങ്കിൽ ആൻറ്റി അതിനകത്ത് ഇഷ്ടിക അതിനും പറക്കി വെച്ച് കൊടുത്തു. കാരണം 23 ആക്കി വെറുതെ പോകാൻ പാടില്ല. അതിനുള്ള മുഴുവൻ സാധനം ഇങ്ങനെ ഓഫറിൽ കിട്ടുന്ന നോക്കും. വലിയ കാര്യമൊന്നും അല്ലെങ്കിലും ഓഫറിൽ കിട്ടുന്ന നോക്കും മേടിച്ചു വെക്കും. പക്ഷെ അത് കൊടുത്തു വിടുന്ന പാസ്റ്റർമാര് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് സന്തോഷം. വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ചോദിച്ച പിള്ളേരുടെ കാര്യമൊക്കെ ചോദിച്ചു, എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യാം? ഇത് ചെയ്യാൻ വേണ്ടിയൊന്നുമല്ല, അധികാലത്ത് എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നുള്ളൊരു ബോധ്യം. അപ്പോൾ നമ്മുടെ സഭയോട്, നമ്മുടെ പ്രാദേശിക കൂട്ടായ്മയോട് നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥതയാണ് ദൈവം നമുക്ക് നീതിയായിട്ട് കണക്കിടുന്നത്. എപ്പോഴും മറക്കരുത്. ഞാനൊരു കാര്യത്തിന് ആവശ്യമില്ലാത്ത ഇടപെടത്തില്ല. നമ്മൾ പോവുക, ആരാധിക്കുക, പിന്നെ അങ്ങ് പൊക്കോളുക. ഇതൊക്കെ പറയുന്നതൊന്നും ദൈവത്തിൻ്റെ വ്യവസ്ഥതയല്ല. നമ്മുടെ പ്രാദേശിക കൂട്ടായ്മയോട് നമുക്ക് ആത്മാർത്ഥത വേണം. നമ്മുടെ പ്രാദേശിക കൂട്ടായ്മയോട് നമുക്ക് എന്ത് ചെയ്യാനൊക്കെ അത് ചെയ്യണം. ചെയ്താൽ ദൈവം നീതിയായിട്ട് കണക്കിടും. നീതിയായിട്ട് കണക്കിടും. അവർക്ക് എന്ത് ചെയ്തു? അധികാലത്ത് എഴുന്നേറ്റു എന്ന് ആരാധനയ്ക്ക് പോകാൻ. എത്ര പേര് ദിവസത്തെ തീരുമാനിക്കും കുറച്ചുകൂടെ ആവേശം എനിക്ക് എൻ്റെ സഭയോട്, ആരാധനയോട്. ഇപ്പോൾ എല്ലായിടത്തും ഓൺലൈനൊക്കെ മാറ്റി ഓഫ്ലൈനിലൊക്കെ പോവുക. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, കുറച്ചുകൂടെ ആവേശം എനിക്ക് തരണേ. എൻ്റെ പ്രാദേശിക സഭയുമായി ബന്ധപ്പെട്ട് എനിക്കൊരു ആവേശം തരണേ എന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്ന എത്ര പേരുണ്ട്? കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? ദൈവം എനിക്കൊരു ഒരു ഒരു കുറച്ചുകൂടി ഒരു ഇന്തൂസിയാസം, കുറച്ചുകൂടി ഒരു ആവേശം
എൻ്റെ പ്രാദേശിക സഭയുള്ള ബന്ധത്തിൽ എനിക്ക് കിട്ടണം. പ്രാർത്ഥിക്കുമോ? If you can take such a decisions, and I am giving you a guarantee, and that is going to make your future in a bright way, more brighter than present. കാരണം നമ്മൾ ദൈവം നീതിയായിട്ട് കണക്കിടുന്നത് അനുഭവങ്ങൾ കൊണ്ട് പറയുക. കാരണം ഞാൻ കണ്ടിട്ടില്ലാത്ത മനസ്സിലാക്കാത്ത കുറച്ച് നിഗൂഢതകൾ കണ്ടിട്ടുണ്ട്. ഏതോ ഒരു ദൈവദാസനെ കുറിച്ച് ഞാൻ കേട്ടു. ആ ദൈവദാസന്റെ അടുക്കല് ഒരു മനുഷ്യൻ ദൂരെ നിന്ന് വരികയാണ്. അപ്പൊ അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹം പറഞ്ഞു, മകനെ, ആത്മാവ് നിന്നെ വിവേചിക്കുന്നു. ഇത് കേട്ട ഒരാൾ, അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞൊരു കാര്യം എനിക്ക് ഭയങ്കര ബോധ്യം തോന്നി, സന്തോഷം തോന്നി. പാവം പിടിച്ചൊരു കൂലിപ്പണിക്കാരൻ കയറി വന്നപ്പോൾ പ്രവാചകൻ അദ്ദേഹത്തെ പ്രവചിക്കുക, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, എനിക്ക് നിന്നോട് ആത്മാവ് ദൂത് പറയും. പറഞ്ഞ ദൂത് എന്താണെന്നറിയാമോ? ഇയാളൊരു ഹിന്ദുവിൻ്റെ വീട്ടിലോ എവിടെയോ കണ്ട് കൂലിപ്പണി ചെയ്യുക. അപ്പോൾ കൂലിപ്പണി ചെയ്ത് അവിടുത്തെ വീടെല്ലാം വൃത്തിയാക്കിയപ്പോൾ ചുരുണ്ട് കിടന്ന ഒരു ഗിദെയോൻസിന്റെ ബൈബിളോ പഴയ ബൈബിൾ കണ്ടു. എനിക്ക് കൃത്യം ഓർമ്മയില്ല, ഞാൻ കേട്ടൊരു കാര്യം. ഇയാൾ പെട്ടെന്ന് ആ ബൈബിൾ എടുത്തിട്ട് ഒരു തുണി എടുത്ത് തുടച്ച് വൃത്തിയാക്കി. അതിൻ്റെ പേജുകളൊക്കെ ഇങ്ങനെ കിടന്ന് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുക. ഇയാൾ ഓരോ പേജും വൃത്തിയാക്കി, വൃത്തിയാക്കി തുടച്ച് ആ ഭദ്രമാക്കി ആ ബൈബിൾ എടുത്ത് ആ വീട്ടിൽ വെച്ച് ആത്മാവോട് പറയുന്നു, വർഷം മുമ്പ് നീ ഒരിടത്ത് ജോലി ചെയ്ത നിന്റെ കണ്ട ബൈബിൾ എടുത്ത് തുടച്ച് പേപ്പറുകളെല്ലാം മടങ്ങിയിരുന്നത് വൃത്തിയാക്കി വെച്ച വചനത്തോടുള്ള നിന്റെ ബഹുമാനത്തെ ഞാൻ നീതിയായി കണ്ടിരിക്കും. കൂലിപ്പണിക്കാരനോട് ദൂത് പറയുന്നത് കേട്ട ഒരാൾ എന്നോട് പറഞ്ഞു, ആത്മാവ് ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഓർക്കണം, ദൈവത്തോട് കാണിക്കുന്ന, ദൈവാരാധനയോട് കാണിക്കുന്ന നമ്മുടെ ഉത്സാഹവും പ്രതിബദ്ധതയുമാണ് നാളെ നമ്മളെ അനുഗ്രഹിക്കുന്നത്. അധികാലത്ത് എഴുന്നേറ്റ് വിറക് കയറി കുറച്ചുകൂടെ ഗൗരവം ആരാധനയ്ക്ക് കൊടുക്കണം. ആരാധനയിലൊക്കെ വന്നിരുന്ന് ആരാധിക്കണം. സൂമിലാണെങ്കിൽ പോലും ആരാധിക്കണം. എനിക്ക് ഒരമ്മച്ചി അടുത്തിടയ്ക്ക് മരിച്ചുപോയി. പരിചയങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുൻപരിചയങ്ങളൊന്നുമില്ല. പത്തനാപത്തുള്ള ഒരമ്മച്ചി. ഞാൻ ഒരിക്കലും അവിടെ ഒന്ന് പോയി. അത് കഴിഞ്ഞ് അമ്മച്ചി മരിച്ചപ്പോൾ എന്നെ ആരോ അറിയിച്ചു, പാഷാന്തി എന്ന വീട്ടിലെ അമ്മച്ചി മരിച്ചുപോയി. അപ്പം ഞാൻ അവർക്ക് ദൈവമേ ഒന്ന് പോയേക്കാം. എനിക്ക് ഒരു പരിചയമില്ല, പക്ഷെ അവരെ പ്രൊഫഷൻ എന്നുള്ള അതിനെ സ്ഥിരമായിട്ട് കാണുന്നു എന്ന് പറഞ്ഞ പ്രാവശ്യം കോൺട്രിബ്യൂഷനെ കൊടുത്ത ആ ബന്ധം ഞാൻ അവിടെ ചെന്നു. പ്രിയരെ, അവിടെ ചെന്നപ്പോൾ അപ്പച്ചൻ കരയുകയാണ്. കഴിഞ്ഞ ആഴ്ച പ്രിൻസ് മാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പ്രസംഗത്തിനിടയ്ക്ക് ടി വി കൂടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അച്ചായ യോഗ നടക്കുകയല്ലേ, ചുമ്മാ കയ്യിലെടുത്ത് ബെന്നിനും കൊടുത്ത് വന്നിരിക്കുക, പോലും ഷട്ടം മുട്ടോ കൊടുത്ത് വന്നിരിക്കുക എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ കാശുലായിട്ടൊക്കെ പറഞ്ഞ അമ്മച്ചി പറഞ്ഞ അന്നേരമേ ഞാൻ പറഞ്ഞ കയ്യിൽ കൊടുത്ത് യോഗത്തിന് വന്നിരിക്കരുത് പറഞ്ഞാൽ കേൾക്കൂ. കണ്ട പ്രിൻസ് മാസ്റ്റർ പറഞ്ഞു, കണ്ട പോയി കൊടുത്തോണ്ട് പോവാ. അങ്ങനെ അപ്പച്ചനെ അമ്മച്ചി മുൻ ഷട്ടിടിപ്പിച്ച് ടി വിയുടെ മുമ്പിൽ കൊണ്ട് യോഗം നടക്കുക. ഞാൻ കാശുലായിട്ട് പറഞ്ഞ അമ്മച്ചി പറഞ്ഞ, കണ്ടോ നിങ്ങളോട് തന്നെയാ പറഞ്ഞ, ഞാൻ അത്ര പറഞ്ഞാലും കേൾക്കത്തില്ല, പോയി എടുത്തോണ്ട് കുടിപ്പിച്ചു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ കയ്യിൽ കൊടുത്തിരുന്ന എന്നെ മുണ്ടും ഷർട്ട് ഉടുപ്പിച്ച് ഇരുത്തി, ഇനി മേലിൽ ഇങ്ങനെ ഇരിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ എവിടെ പോയി? പക്ഷെ അങ്ങനെ എടുത്ത തീരുമാനം, ഇനി എപ്പോഴെല്ലാം ടി വിയുടെ മുമ്പ് യോഗത്തിനിരിക്കുകയോ കയ്യിൽ കൊടുത്തോണ്ടിരിക്കത്തില്ല. ചെറിയ കാര്യമാണ്, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ബഹുമാനം, നമ്മൾ കൊടുക്കുന്ന ആദരവ്, അതിനെ നീതിയായി കണക്കിടുന്ന ഒരു ദൈവമാണ്. അതിനെ നീതിയായിട്ട് കണക്കിടുന്ന ഒരു ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ആവോളം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങൾക്ക് ആരാധനയും കുറച്ചുകൂടെ അങ്ങ് ഉത്സാഹം തരണേ. നിങ്ങളുടെ പ്രാദേശിക ഞങ്ങൾ ഓരോ കൂട്ടായ്മയും ഇറ്റ് ഷുഡ് ഹെൽപ്പ് അസ് ടു ടേക്ക് ന്യൂ ഡിസിഷൻസ്. ഞാൻ നിൽക്കുന്ന കൂട്ടായ്മയിൽ കുറച്ചുകൂടി ഉത്സാഹത്തോടെ പങ്കുചേരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കുറച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമുക്കൊരു ചൊല്ലറിയാം, അണ്ണാറക്കണ്ണനും തന്നാലാവും. ഇനി അതൊന്ന് ഒരു പറഞ്ഞാൽ അതിനകത്ത് എന്നോട് വിഷമം തോന്നല. ഒരു പുരാണ കഥയാണ് ആ ചൊല്ലിൻ്റെ ആധാരം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്, ഇങ്ങനെ
ഈ സീത, അത് ഞാൻ ആ ഒരു കഥ അങ്ങ് പറയും, കഥയായിട്ട് പറഞ്ഞാൽ മതി. തട്ടിക്കൊണ്ട് പോയപ്പോൾ ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ എല്ലാവരും കൂടെ ചിറ കെട്ടിയ ഒരു സംഭവമുണ്ട്. കടലിന് കുറുകെ ഇങ്ങനെ പാലം കെട്ടുക. അപ്പം എല്ലാവരും വലിയ പാലമൊക്കെ കെട്ടി ഉത്സാഹിച്ച് പെയ്യുമ്പോൾ ഇനി എന്താ വഴി? അണ്ണാറക്കണ്ണനോടത്തു എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. അപ്പം അണ്ണാറക്കണ്ണൻ ചെയ്ത ഒരു കാര്യം, ഓടിപ്പോയിട്ട് കടൽ തീരത്തെ മണ്ണിൽ കിടന്ന് ഉരുളും. അപ്പോൾ ഇദ്ദേഹത്ത് കുറച്ച് മണ്ണ് പറ്റും. എന്നിട്ട് ഓടി വന്നിട്ട് അത് ഈ പണിയുന്ന പാലത്തെ കയറിയിരുന്ന് കുടയും. ആ മണ്ണ് അതിനകത്ത് വീഴും. അണ്ണാറക്കണ്ണൻ എന്നിട്ട് ഓടി വീണ്ടും കിടന്ന് ഉരുണ്ടിട്ട് വന്നിട്ട് ഒന്ന് കുടയുമ്പോൾ സ്നേഹത്തോടെ ആരോ അതിൻ്റെ തലയിൽ കൂടി ഇങ്ങനെ വരച്ചു. അതുകൊണ്ടാണ് അണ്ണാൻ്റെ മുകളിൽ 3 വര, സ്നേഹത്തോടെ വരച്ച വരയാ എന്നൊക്കെയുള്ളൊരു കഥയായിട്ട് പറഞ്ഞാൽ മതി. അതിൽ നിന്നാണ് ഈ ചൊല്ല് വന്നത്, അണ്ണാറക്കണ്ണനും തന്നാലാവുന്നത്. എന്താ, താനും ഒന്ന് പോയിട്ട് ഉരുണ്ടിട്ട് വന്നിട്ട് പാലം പണിയുന്നിടയ്ക്ക് ഒന്ന് കുടഞ്ഞു എന്നുള്ള കഥ. ഇറ്റ്സ് എ സ്റ്റോറിയായിട്ട് എടുത്താൽ മതി. സ്റ്റോറിയായിട്ടാണ് പറഞ്ഞത്. എങ്കിലും എനിക്കെന്ത് ചെയ്യാൻ കഴിയും? സ്നേഹം ചിന്തിക്കുന്നത് എനിക്കെന്ത് കിട്ടുമെന്നല്ല, വാട്ട് ക്യാൻ ഐ ഗീവ്, എനിക്കെന്ത് കൊടുക്കാൻ കഴിയും, എനിക്കെന്ത് ചെയ്യാൻ കഴിയും? എത്ര പേർ ദൈവത്തോട് ചോദിക്കാൻ കുറച്ചുകൂടി ഉത്സാഹം. അധികാലത്ത് എഴുന്നേറ്റു വിറക് കീറി പോവുകയാണ്. എന്നിട്ട് ആ സ്ഥലത്തിന് പേരിട്ടു യഹോവ ഈരെ. ഇനി നോക്ക് 23. സാറായിക്ക് 127 വയസ്സായിരുന്നു. ഇത് സാറയുടെ ആയുഷ്കാലം. അങ്ങനെ അബ്രഹാം അർബിൽ വെച്ച് മരിച്ചു. അബ്രഹാം സാറയെ കുറിച്ച് വിലപിച്ച് കരയാൻ വന്നു. അങ്ങനെ ഹിത്യരോട് സംസാരിച്ചു. അവിടുന്ന് അബ്രഹാം അവളെ അടക്കുകയാണ്. 17-ാം വാക്യം ഇങ്ങനെ: മമ്രയ്ക്ക് അരികെ എബ്രയുള്ള മക്ബേല നിലവും അതിൻ്റെ ഗുഹയും നിലത്തിന്റെ അതിർക്കകത്തുള്ള സകല വൃക്ഷങ്ങളും അവന്റെ നഗരവാസികളായി ഹിത്യരുടെ മുമ്പാകെ അബ്രഹാമിന് അവകാശമായി ഉറച്ചു കിട്ടി. അതിനുശേഷം അബ്രഹാം തന്റെ ഭാര്യയായ സാറയെ കനാൻ ദേശത്തെ ഹെബ്രോൻ മമ്രയ്ക്കലുള്ള മക്ബേല നിലത്തിന്റെ ഗുഹയിൽ അടക്കം ചെയ്തു. അങ്ങനെ ഹിത്യർ ആ നിലവും അതിലെ ഗുഹയും അബ്രഹാമിന് ശ്മശാന അവകാശമായിട്ട് ഉറപ്പിച്ച് കൊടുത്തു. അപ്പം ശ്മശാന അവകാശം വിലയ്ക്ക് മേടിച്ചിട്ട് അവിടെ അടക്കുകയാണ്. അതാണ് മക്ബേല ഗുഹയിൽ. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, മരിച്ചവരോടുള്ള ഒരു വലിയ ബഹുമാനമാണ് നമ്മളവിടെ കാണുക. അതൊക്കെ സ്ഥലം മേടിച്ച് തൻ്റെ ഭാര്യയെ അടക്കുകയാണ്. ഇനിയും 24-ാമത്തെ അധ്യായം നോക്കിയേ. നമ്മൾ കഴിഞ്ഞ 14-ാമത്തെ അധ്യായത്തിൽ ചിന്തിച്ച ഒരു വാക്യമാണ്. 24-ാം അധ്യായത്തിന്റെ തുടക്കം. അബ്രഹാം വയസ്സി എന്ന വൃദ്ധനായി. അടുത്ത വാക്യം എല്ലാവരും ചേർന്ന് പറഞ്ഞ്, ദൈവം അബ്രഹാമിനെ സകലത്തിലും എന്ത് ചെയ്തു? അനുഗ്രഹിച്ചിരുന്നു. സകലത്തിലും ദശാംശം കൊടുത്തു, സകലത്തിലും അനുഗ്രഹിച്ചു. മറക്കറായിട്ടില്ലെന്ന് ചിന്തിക്കുന്നു. 14-ാം അധ്യായത്തിൽ സകലത്തിലും ദശാംശം കൊടുത്തു. 24-ാം അധ്യായത്തിൽ സകലത്തിലും അനുഗ്രഹിക്കപ്പെട്ടു. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓർമ്മയിൽ മറക്കാൻ പാടില്ല കേട്ടോ. 14-ാം അധ്യായത്തിൽ ദശാംശത്തെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കോട്ട് ചെയ്തിരുന്നു. അപ്പം ദൈവം പറഞ്ഞു, അബ്രഹാം പറയുന്നു, തനിക്കുള്ളതിനെ വിചാരകനായ ദാസനോട് എലയാസനോട് പറഞ്ഞു, ഇവിടുന്ന് ഒന്നും ഭാര്യ എടുക്കരുത്, ഇനി പോയിട്ട് എൻ്റെ ചാർച്ചക്കാരുടെ അടുക്കൽ നിന്ന് അവർക്ക് എൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് തുടയും കീഴ് കൈ വെച്ചിട്ട് സത്യം ചെയ്യിപ്പിച്ചിട്ട് അയക്കുകയാണ്. അങ്ങനെ അവൻ തുടയും കിഴി കൈ വെച്ചിട്ട് സത്യം ചെയ്ത് പോകുന്നു. എത്രാം വാക്യം? 9-ാം വാക്യം. 10-ാം വാക്യം. അങ്ങനെ ആ ദാസൻ തൻ്റെ യജമാന്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമിയയിൽ ആഹോന്റെ പട്ടണത്തിൽ ചെന്നു. വൈകുന്നേരം സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്ന സമയത്ത് അവൻ ഒട്ടകങ്ങളെ പട്ടണത്തോട് കെട്ട് നിർത്തി പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവ എൻ്റെ യജമാനായ അബ്രഹാമിന്റെ കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇതാ ഞാൻ കെട്ടിനിടയിൽ നിൽക്കുന്ന ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു. നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണോ എന്ന് ഞാൻ പറയുമ്പോൾ കുടിക്കാം. നിന്റെ ഒട്ടകങ്ങൾക്ക് കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നിന്റെ ദാസനായ ഇസ്ഹാക്കിനെ നിയമിച്ചവളായിരിക്കട്ടെ. നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പോൾ അബ്രഹാമിന് വേണ്ടി, മകന് വേണ്ടി പെൺകുട്ടിയെ തപ്പി ആര് പോന്നു? എലയാസർ പോകുന്നു. ഇത് വളരെ ഗൗരവമായിട്ട് ഓർക്കേണ്ട കാര്യമാണ്. ഈ ആദത്തിന് ദൈവം ഹൗവയെ കൊടുക്കുകയായിരുന്നു. എന്നാൽ ഏശാവിന്റെ കാലം വരുമ്പോൾ മുമ്പോട്ട് പോകുന്നുണ്ട്, എടുക്കുകയായിരുന്നു.
അത് പിന്നെ മനോദുഃഖത്തിന് കാരണമായി. ഒരിക്കലും കുടുംബജീവിതം നമ്മൾ എടുക്കേണ്ടതല്ല, ദൈവം തരേണ്ടതാണ്. ദൈവം ആദത്തിന് ഹവ്വയെ കൊടുത്തു, എന്നാൽ ഏശാവ് എടുത്തു. You are living in a Western culture, but in every culture we have to follow the biblical culture. I am not against the culture, but this is a biblical culture. Don't take, let God gives. ധൃതി വെക്കരുത്, ദൈവം തരും. ആരെ അയച്ചു? എലയാസറിനെ അയച്ചു. അപ്പൊ എലയാസർ ഇങ്ങനെ ചെന്നപ്പോൾ ആര് വരുന്നു? റിബേക്ക വരുന്നു. എന്ത് ചെയ്തുകൊണ്ട്? വെള്ളം കോരാൻ വരും. ഞാൻ ഒരു സ്ത്രീ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് പിണക്ക് തോന്നല്ലേ? ഞാൻ ഒരു മോഡേൺ വേൾഡല്ല, ഒരു ബേസിക് ക്യാരക്ടർ പറയും. സ്ത്രീകൾക്ക് വെള്ളം കോരും, അത് പുരാതന പശ്ചാത്തലങ്ങളെല്ലാം ഉണ്ട്. ഈ വെള്ളം കോരുന്ന സ്ത്രീകൾ അത് എത്രയിടത്ത് കാണാം? ഇഷ്ടം പോലെ കാണാം. തെളിവ് ഇവിടെ കണ്ടു. ഇനി മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ കിണറുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിന്നെ മോശ പുറപ്പാട് പുസ്തകത്തിൽ സിപ്പോരയെ കണ്ടെത്തി എവിടെ വെച്ചാൽ? വെള്ളം കോരുന്നിടത്ത് വെച്ചാൽ. ഇനിയും യാക്കോബ് ചെല്ലുമ്പോൾ റാഹേലിനെ കണ്ടുമുട്ടുന്ന എവിടെ വെച്ചാൽ? കിണറ്റരികെ വെച്ച് ആണല്ലോ. ഇസാക്ക് എലയാസർ റിബേക്ക കണ്ടത് എവിടെ വെച്ചാൽ? കിണറ്റരികെ വെച്ച്. പിന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പിന്നെ ശബരിയക്കത്തി സ്ത്രീ യേശു കർത്താവ് കണ്ടത് എവിടെ വെച്ചാൽ? കിണറ്റരികെ വെച്ച്. ഒരു നേരത്ത് കിണറിന്റെ പക്കത്ത് വെള്ളത്തിനായി ഞാൻ കാത്തിരിക്കും. അപ്പൊ അത് പിന്നെ ശബരിയക്കാരത്തി സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞത്, കിണറിന്റെ സൈഡിൽ ഇങ്ങനെ വെള്ളം കോരാൻ സ്ത്രീകൾ വരുവാനും പെൺകുട്ടികൾ വരും. അപ്പൊ പെൺകുട്ടികൾ ഇങ്ങനെ കുടവുമായിട്ടാണ് വരിക. അപ്പൊ കുട ഇങ്ങനെ വെള്ളം കോരിയിട്ട് എവിടെ വെക്കും? അവിടെ ഈ ഏഴിനിങ്ങനെ വെക്കും. എന്നിട്ട് ഇങ്ങനെ പിടിച്ചോണ്ട് പോകും. സഹോദരിമാർക്ക് പൊതുവെ പുരുഷന്മാരെക്കാട്ടിൽ ഏഴുണ്ട്. അതൊരു സ്ത്രീയുടെ ശാരീരികത്തിന്റെ സൗന്ദര്യം കൂടാണ്. നല്ല ഇടുപ്പുകൾ. ഈ ഇടുപ്പ് എന്തിനാ തമ്പുരാൻ കൊടുത്തിരിക്കുന്ന? പഴയ കാലം, ഇപ്പോഴത്തെ കാലമല്ല. ഇപ്പൊ അതൊന്നും വേണ്ട. രണ്ട് കാര്യത്തിലാണെന്നാ പറയുക. ഒന്ന് കുടം കോരി വെക്കാൻ, ഊർന്നു പോകല്ലേ. രണ്ട് കൊച്ചിനെ എടുത്ത് വെക്കാൻ. കൊച്ചിനെ എവിടെ വെക്കുക? കൊച്ചിനെ ഏണിനാ വെക്കുക. ഇപ്പോഴാണ് ഈ വണ്ടിയൊക്കെ ഊതുന്നത്. മറ്റേ കൊച്ചെവിടെ ഇരിക്കും? ഏണിലിരിക്കും. ഏണുള്ളതൊന്നും ഊർന്നു പോകത്തില്ല. ആണുങ്ങളുടെ ഏണെ കയറിയിരുന്ന കുടുക്കോന്നി താഴെ പോകും. കവുങ്ങന്ന് ഇങ്ങനെ സ്വായ്പ കെട്ടി പോകുന്ന പോലെ പോകും. പക്ഷെ അമ്മമാരുടെ ഏണിന് കുഞ്ഞിരിക്കും. അപ്പൊ അതിനായിരിക്കണം പ്രകൃതി തന്നെ കനിഞ്ഞു കൊടുത്ത ആ ഒരു പഴയകാല അനുഭവം. ഇപ്പൊ പുതിയ എടുത്തപ്പോ ഏണ്ണൊന്നും വെക്കണ്ട, എല്ലാവർക്കും വണ്ടിയെ തള്ളിക്കൊണ്ട് പോയാൽ മതി, അല്ലെങ്കിൽ തോളിലെ ബാസ്ക്കറ്റ് കിടന്നാൽ മതി. അത് ഒരു മോഡേൺ യുഗം. വെള്ളം കോരണ്ട. പിന്നെ എല്ലായിടത്തും എന്തുണ്ട്? ഷവറുണ്ട്, അതുണ്ട്, വെള്ളമുണ്ട്. നാട്ടിൽ കറണ്ട് പോയപ്പോൾ വെള്ളം കോരുന്ന കാര്യത്തിൽ ഭാര്യ പിണങ്ങിയപ്പോൾ ജനറേറ്റർ കൊണ്ടുവന്ന് മോട്ടർ അടിച്ച ഭർത്താവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. എന്തിനാ? സമാധാനം ഉണ്ടായിട്ട്. കാരണം വെള്ളം കോരാൻ പോയ പ്രശ്നമില്ല, അതിന് ജനറേറ്റർ കൊണ്ടുവന്ന് മോട്ടർ അടിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു കാലം. എനിവേ, വെള്ളം കോരാൻ ആര് വന്നു? സ്ത്രീ വന്നു. വെള്ളം കോരാൻ റിബേക്ക വന്നു. അപ്പോൾ ഈ റിബേക്ക വന്നപ്പോൾ ശ്രദ്ധിച്ചേക്കണേ, എലയാസർ മനസ്സിൽ പറഞ്ഞു, ഞാനിപ്പോൾ എന്തോ ചോദിക്കും? വെള്ളം ചോദിക്കും. അപ്പോൾ അവള് പറയണം, ഒട്ടകത്തിനൂടെ തരാമെന്ന് പറയുന്ന ആൾക്ക് ഞാൻ എൻ്റെ ഈ ചെറുക്കനെ കൊടുക്കും. അപ്പോൾ ഈ യജമാനന്റെ മനസ്സിൽ, യജമാനല്ല, പരിശുദ്ധാത്മാവിൻ്റെ നിഴലാണ് എലയാസർ. ശ്രദ്ധിക്കണേ, പരിശുദ്ധാത്മാവിന്റെ നിഴലാണ് എലയാസർ. പരിശുദ്ധാത്മാവിന്റെ മനസ്സ്, ദൈവത്തിന്റെ മനസ്സ് ആരായുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ ഹിതം അറിഞ്ഞു. അവർ മനസ്സിൽ പറഞ്ഞത് റിബേക്ക അറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ വെള്ളത്തിന് ഒട്ടകത്തിന് എന്ത് ചെയ്യാം? വെള്ളം കോരിത്തരാം. അപ്പൊ നമ്മൾ ചിന്തിക്കും, ഒട്ടകത്തിന് വെള്ളം കൊടുക്കുക ചെറിയ കാര്യമാണ്. എത്ര ഒട്ടകമുണ്ട്? 10 ഒട്ടകം. ഒരൊട്ടകം 150 ലിറ്റർ വെള്ളം കുടിക്കും. അങ്ങനെയാണ് മിനിമം. 10 ഒട്ടകം 1500 ലിറ്റർ വെള്ളം. 1500 ലിറ്റർ വെള്ളം കോരണമെങ്കിൽ ഈ പെൺകുട്ടി എത്ര വട്ടം ഇറങ്ങി കയറിക്കണം? അത് ഇറങ്ങിയെന്നാ. അന്നത്തെ 2 രീതിയിൽ അന്ന് വെള്ളമുണ്ട്. കോരുന്നുണ്ട്, ഇറങ്ങി മുക്കിയെടുക്കുന്നുണ്ട്. ഇത് വെള്ളം കോരാൻ സ്റ്റെപ്പ് ഇറങ്ങിയ. അപ്പോൾ എത്ര വട്ടം ഇറങ്ങി കയറി കാണും? 1500 ഒരു പോട്ട ഒരു തൊട്ടിക്കകത്ത് 10 ലിറ്റർ കൊണ്ടാൽ 150 വട്ടം ഇറങ്ങി കയറണ്ടേ? കഷ്ടപ്പെട്ടില്ലേ? എപ്പോഴും ഓർത്തോണം, കർത്താവിന് ഈ നല്ല ഉത്സാഹവും കഷ്ടപ്പെടുന്നവരെ ഇഷ്ടമാണ്. മട്ടിയന്മാരെ കർത്താവിന് ഇഷ്ടമേ ഇല്ല. എല്ലാ മക്കളോടും പറയാം, എപ്പോഴും നല്ല ഉത്സാഹിച്ച് നിൽക്കണം. മടിച്ച് നിൽക്കരുത് ഒരു കാര്യത്തിൽ. മടിയന്മാരെ അല്ല കർത്താവിന് വേണ്ടത്. ഉത്സാഹങ്ങളുണ്ട്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി എന്ന് നമ്മുടെ വചനം പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്തു? ഈ പെൺകുട്ടി ചോദിച്ചപ്പോൾ
നിന്റെ ഒട്ടകത്തിന് ഞാൻ വെള്ളം തരാമെന്ന് പറയും. ഒട്ടകത്തിന് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇത്രയും ഒട്ടകത്തിന് വെള്ളം പോയി, കഷ്ടപ്പെട്ട് പോയി. അപ്പൊ എൻ്റെ ചിന്ത ഞാൻ പറയാം, കൂട്ടുകാരത്തികൾ പറഞ്ഞു കാണാം, മണ്ടത്തരം കാണിക്കരുത്, ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ ഒക്കത്തില്ല, തിരിച്ച് വീട്ടിൽ ചെല്ലണം, അമ്മ വഴക്ക് പറയും, പെണ്ണിനെ കണ്ടില്ല ടെൻഷൻ അടിക്കും, ഇത് നോക്കിക്കോ, നീ ഇവിടെ നിന്നോ, നിന്റെ എട്ടപാട് തെറ്റും. അവരെല്ലാം പോയി ഒറ്റയ്ക്ക് നിന്ന് വെള്ളം കോരുമായിരിക്കും, കഷ്ടപ്പെട്ടു. ഈ 150 പ്രാവശ്യത്തിൽ ഇത്രയും സ്റ്റെപ്പ് ഇറങ്ങി കയറിയപ്പോ അല്ലേ. അപ്പൊ എന്ത് ചെയ്തു, അവൾ വേഗം തോളുന്ന പാത്രം ഇറങ്ങി കുടിക്കാന്ന് പറഞ്ഞിട്ട് കുടിച്ചു. ഒട്ടകം കുടിപ്പാൻ കൊടുത്തു, വെള്ളം കോരി കോരി കൊടുക്കുകയാണ്. അവൾ കഷ്ടപ്പെട്ട് വെള്ളം കോരി കൊടുത്ത റിബേക്കയെ ദൈവം മാനിക്കുക. ഈ കഷ്ടപ്പെടുന്നവരെയാണ് ദൈവം മാനിക്കുന്നത്. അതാന് വേണ്ടി കഷ്ടപ്പെട്ടു. ഞാൻ അഹങ്കാരം പറയല്ല മക്കളെ, കുഞ്ഞുങ്ങളൊക്കെ ഇതിനകത്തുണ്ടല്ലോ. ക്യാമ്പിനൊക്കെ വെള്ളം കോരി എൻ്റെ കൈ പൊട്ടിയിട്ടുണ്ട്. ഞാൻ ക്യാമ്പുകൾക്ക് കഷ്ടപ്പെട്ട പോലെ എത്രയോ ക്യാമ്പുകൾക്ക് ഭക്ഷണം വെച്ചും വണ്ടി ഓടിച്ചും വെള്ളം കോരിയും നടന്ന ഒരു സമയമുണ്ട്. കൺവെൻഷൻ പന്തലുകൾക്ക് മൈക്കിന് കാവല് കിടന്ന കാലം, കസേര പറക്കിയിട്ട കാലം, പന്തൽ വെച്ച കാലം. എളുപ്പത്തിലൊന്നും അല്ല ഭാഷ പ്രസംഗിക്കാനാകുന്നത്. മുറ്റത്ത് കൺവെൻഷൻ നടക്കുക, മുറ്റത്ത് കൺവെൻഷൻ 60 കൺവെൻഷൻ നടത്തി, 60ഓളം കൺവെൻഷനുകൾ മുറ്റത്ത് എല്ലാം തന്നെ. ഇപ്പോഴെൻ്റെ കൂടെ ഇഷ്ടം പോലെ പിള്ളേരൊക്കെ ഉള്ളേ. അന്ന് അങ്ങനെ അധികം പിള്ളേരൊന്നും ഇല്ല, കഷ്ടപ്പെട്ടു. അങ്ങനെ ഐത്തിലെ ഒരിടത്ത് കൺവെൻഷൻ നടക്കുക, വൈകിട്ട് മുറ്റത്ത് കൺവെൻഷൻ, 2 ദിവസത്തെ പ്രസംഗം. ഒരു ദിവസം ഞാൻ ആയിരിക്കും. അതെന്തിനാന്ന് ചോദിച്ചാൽ പ്രസംഗിക്കാനുള്ളവര് ഒന്ന്, 2 ചെലവ് കുറയ്ക്കണം, അതൊരു ഉദ്ദേശം. കാരണം 2 ദിവസമാണ്, എല്ലാ പല കാര്യങ്ങളുണ്ട്, പിന്നെ ഒബിയസ്ലി. അപ്പോൾ രാവിലെ അന്ന് വൈകിട്ട് വേറൊരു ദിവസന, പന്തലിടണം, കസര ഇറക്കണം, മൈക്ക് വെക്കണം, ഇതിനിടയ്ക്ക് അനൗൺസ്മെന്റ് നടക്കണം. അപ്പോൾ രാവിലെ അനൗൺസ്മെന്റ് തുടങ്ങാൻ വേണ്ടി തലേദിവസം വണ്ടി കെട്ടിയിട്ടു. എല്ലാം കെട്ടി ഇറങ്ങിയപ്പോൾ ഓടിക്കാൻ ആളില്ല, അനൗൺസ് ചെയ്യാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞു, വന്നില്ല. അപ്പം കുറച്ചു നേരം ഞാൻ തന്നെ വണ്ടി ഓടിച്ചു, വണ്ടി അനൗൺസ് ചെയ്യണ്ടേ. അന്നാണെങ്കിൽ വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്ന സമയം. എന്താണ്, വീട്ടിലെ ആരാധകർക്കെതിരെ ഒരു കോടതി ഉത്തരവ് എന്നൊക്കെ പറഞ്ഞൊരു ഫേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായ ദിവസം. അത് പക്ഷേ പ്രാദേശിക തലത്തിന് വേണ്ടി മാത്രമായിരുന്നു, പിന്നെ അറിഞ്ഞു. എനിവേ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ച് അനൗൺസ് ചെയ്യാൻ തുടങ്ങി. അനൗൺസ് ചെയ്യുമ്പോൾ രസമാണ്. ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്ന ഇന്നടത്ത് അടക്കപ്പെടുന്ന സുവിശേഷ മഹായോഗത്തിൽ ഈ കാലഘട്ടത്തിൻ്റെ പ്രഭാഷകരായ അനുഗ്രഹിത ദൈവദാസന്മാർ പ്രിൻസ് തോമസും ഇന്നാരും പ്രസംഗിക്കുന്നു. വരുവീൻ, സംബന്ധിപ്പീൻ, അനുഗ്രഹം പ്രാപിക്കും. അപ്പം നമ്മളെ അറിയാവുന്ന ആളല്ലേ, അവിടെ ചോദിച്ചു, നീ തന്നെ പ്രസംഗിക്കാല്ലേ, നീ തന്നെ അനൗൺസ് ചെയ്യുക. അതെ, ഇന്ന് രാത്രി അനുഗ്രഹിക്കുന്ന ദൈവദാസൻ പക്ഷെ പ്രിൻസ് തോമസ് ഒറ്റയ്ക്ക് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ കുറേ നാളൊക്കെ നടന്നാണ് ഇവിടെ വരെയൊക്കെ എത്തിയേ. കൺവെൻഷൻ പന്തലിൽ കിടന്നുറങ്ങി കസേരയ്ക്ക് അവരെ നിന്നൊക്കെയാ കൺവെൻഷൻ പ്രസംഗിയാണ്. ഒറ്റ ദിവസം കൊണ്ടൊന്നും ആരും ഉയർന്നു വരല്ലേ എന്നാ എൻ്റെ ചിന്ത. ഒറ്റ ദിവസം കൊണ്ട് ഉയർന്നു വന്നാൽ നിൽക്കാൻ പാടാ, കുറേ കഷ്ടപ്പെട്ടൊക്കെ കയറി വരാം. അപ്പൊ അതുകൊണ്ടാണ് പറയുക, സത്യം പറഞ്ഞ ഇപ്പോൾ ഒരു നാലൊന്നും കഷ്ടപ്പാട് അതിൻ്റെ ഇല്ല. പിന്നെ ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ മതി എന്ന് പറയാം, അല്ലെങ്കിൽ മാർഗമൊക്കെ കൂട്ടത്തിലൊക്കെ നിന്നാൽ മതി, ബാക്കിയൊക്കെ ചെയ്യാൻ പിള്ളേരൊക്കെ കൂടെ ഉണ്ട്. എന്നാലും ഒരു സമയം അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ കൂടെ കഷ്ടപ്പെട്ട ഒറ്റ പിള്ളേരെ ദൈവം കൈവിട്ടിട്ടില്ല. സക്കര പിള്ളേർ, അഹങ്കാരം പറയല്ല, അതിശക്തി പറയല്ല, എൻ്റെ കൂടെ നിന്ന് കഷ്ടപ്പെട്ട സകല എണ്ണവും അനുഗ്രഹീത സുവിശേഷകരുമായിട്ടുണ്ട്, അല്ലെങ്കിൽ ദൈവം അവരെ ഭൗതികമായിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഒറ്റയാളെ പോലും തമ്പുരാൻ കൈവിട്ടിട്ടില്ല, ആത്മാർത്ഥമായി നിന്ന് ഒരാളെ പോലും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന് താല്പര്യം എന്ത് ചെയ്തു, അപ്പോ കർത്താവ് അവിടെയാണ് കാണുക. അപ്പം ഞാൻ അവളുടെ മൂക്കത്തിയും കൈകൾക്ക് വളയും ഇട്ടു. ഞാൻ കുനിഞ്ഞ യഹോവയെ നമസ്കരിച്ചു. 47-ാമത്തെ വാക്യം. ഒട്ടകൾക്ക് കുടിപ്പാൻ കൊടുത്തു, കൈകൾക്ക് വളയിട്ടു. കഷ്ടപ്പെട്ടപ്പോ പൊന്നണിമാലയവൻ എനിക്കു തരും ശുഭ്രവസ്ത്രം, താതൻ എന്നെ ധരിപ്പിക്കുമെന്ന്. കഷ്ടതയേറെ സഹിച്ചവരും കല്ലേറടിയിടി കൊണ്ടു മരിച്ചവരന്ന്, മശിഹായോടു വാഴുമ നാട്
യേശു മഹോന്നതനെ, മഹോന്നതനെ വേഗം കാൺമാൻ, പ്രേമകാന്തനെ കാൺമാൻ. കർത്താവിന് വേണ്ടി കഷ്ടപ്പെടാമോ? അധ്വാനിക്കാമോ? പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, തിരിച്ച് നേരത്തെ വരുന്ന ഞങ്ങൾ പോവാന്ന് പറഞ്ഞ കൂട്ടുകാരികളെല്ലാം നോക്കി ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? ഒട്ടകപ്പുറത്തൊക്കെ കയറ്റി ഇവളെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനോട് ദയയും വിശ്വാസം കാണിക്കും എന്നോട് പറയും. എല്ലാ എന്ന് വരെങ്കിൽ അതും പറയും, എന്നാൽ ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ പൊക്കോളാന്ന് പറയും. അങ്ങനെ അവിടെ മൂക്കിന് മൂക്കത്തെയും കൈകൾക്ക് വളയും ഇട്ടു. 48 ഞാൻ കുഞ്ഞ് യാക്കോബയെ നമസ്കരിച്ചു. എൻ്റെ യജമാന്റെ സഹോദരന്റെ മകളെ അവന്റെ മകനായിട്ട് എടുപ്പാൻ എന്നെ നേർവഴിക്ക് കൊണ്ടുവന്നവനായി എൻ്റെ യജമാന്റെ പ്രകാരന്റെ ദൈവമായ യഹോവയെ വാഴ്ത്തുകയും ചെയ്തു. ആകയാൽ നിങ്ങൾ എൻ്റെ യജമാനോട് ദയയും വിശ്വസ്തം കാണിക്കുമല്ലോ. അപ്പോൾ ലാബാനും മെതുവലും ഈ കാര്യം യഹോവയെ വരുന്നു, നിന്നോട് ഗുണമെങ്കിലും ദോഷമെങ്കിലും പറയാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഏതാ റെബേക്ക നിന്റെ മുമ്പാകെ ഉണ്ടല്ലോ, അവളെ കൂട്ടിക്കൊണ്ട് പോവുക. യഹോവ കൽപ്പിച്ചതുപോലെ അവൾ നിന്റെ യജമാന്റെ മകന് ഭാര്യയാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത്, ആ കഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് വേണ്ടി ദൈവം പൊന്നണി അവളെ അണിയിക്കുകയാണ്. പിന്നെ ദാസൻ വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്ത് റിബേക്കയ്ക്ക് കൊടുത്തു. അവളുടെ സഹോദരനും അമ്മയ്ക്കും വിശേഷ വസ്തുക്കൾ കൊടുത്തു. അങ്ങനെ പോകുവാൻ എന്നെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ബാലയെ വിളിച്ച് അവൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അവർ റിബേക്കയെ വിളിച്ച് അവളോട് നീ പുരുഷനോട് പോകുന്നു ചോദിച്ചു. ഞാൻ പോകുന്നുവെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവിടെ രാത്രി അബ്രഹാമിനെ അവന്റെ മകളെ പറഞ്ഞയച്ചു. അവർ റിബേക്കയെ അനുഗ്രഹിച്ച് അവളോട്, സഹോദരി നീ അനേക ആയിരമായി തീരുക, എൻ്റെ സന്തതി തന്നെ ദോഷിക്കുന്നവരുടെ പടിവാതിൽക്കൽ കൈവശമാകട്ടെ എന്ന് പറഞ്ഞു. പിന്നെ റിബേക്കയോട് ദാസന്മാരെ എടുത്തിട്ട് ഒട്ടകപ്പുറത്ത് കയറിയ പുരുഷനോട് കൂടി പോയി. അങ്ങനെ ദാസൻ റിബേക്കയെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ആ സമയത്ത് നടക്കുന്ന ഒരു കാര്യം ഓർക്കണേ. ഈ പെൺകുട്ടിയെ കൊണ്ട് പരിശുദ്ധാത്മാവ് ചെല്ലുകയാണ്. ആർക്ക് വേണ്ടി? ഇസഹാക്കിന് വേണ്ടി. ഇനി ശ്രദ്ധിക്കണം. All the guys, could you please read these words? Verse 63. വൈകുന്നേരത്ത് ഇസാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. അവൻ തലപൊക്കി നോക്കി ഒട്ടകങ്ങൾ വരുന്നത് കണ്ടു. And Isaac went out to meditate in the field toward evening, and he lifted up his eyes and saw, and behold, there were camels coming. കണ്ടോ? ഇസാക്ക് ഈ എലയാസർ പെൺകുട്ടിയെ കൊണ്ട് വരുമ്പോൾ ചെറുക്കൻ ഇവിടെ പോയിരിക്കുക. ചെറുക്കൻ വെളിമ്പ്രദേശത്ത് ധ്യാനിക്കാൻ പോയി. അപ്പോൾ എല്ലാ ആമ്പിളാടും പെമ്പിളാടും പറയുക, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും, നിങ്ങൾ പോയി പ്രാർത്ഥിക്കണം. And Isaac in the evening he went out to the wilderness to meditate, and he lifted up his eyes and he could see that camels were coming. Please, എല്ലാ മക്കളും ഓർക്കണേ, ഇതൊരു വലിയ പാഠമാണ്. ഇസ്ഹാക്ക് ധ്യാനിക്കാൻ പോയി. അതുകൊണ്ടാണ് പറയാം, ഐ എം ടെല്ലിങ് യു, in every culture there is a biblical culture which we can follow. I am not against the culture, but any culture ഈ ഒരു കാര്യത്തിനകത്ത് വരുമ്പോൾ ഐസക്കിനെ ഓർക്കണം. ഐസക് went out to the wilderness to meditate. അവൻ തപ്പിപ്പോയില്ല, പരിശുദ്ധാത്മാവാ പോയത്. ഇവിടെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? കണ്ടോ? അവൻ അവളെ ഭാര്യയായി തീർന്നു. അവന് അവളിൽ സ്നേഹമായി. ഐസക് കെട്ടി സ്നേഹിച്ചു, കല്യാണം കഴിച്ചു, പിന്നെ സ്നേഹിച്ചു. അതുകൊണ്ട് എന്താ ഗുണം ഉണ്ടായെന്ന് നോക്കിയേ. ഇങ്ങനെ ഇസ്ഹാക്കിന് തൻ്റെ അമ്മയുടെ മരണദുഃഖം തീർന്നു. വളരെ ഗൗരവമായിട്ട് ദൂത് പറയട്ടെ, വിവാഹം 2 കാര്യത്തിൽ കലാശിക്കാം. 1, വിവാഹത്തോടു കൂടി നമ്മുടെ ദുഃഖം മാറാം. 2, ദുഃഖം ഉണ്ടാകാം. തെളിവ് 27. സോറി 27 ആണോ? ഒന്ന് നോക്കിക്കോട്ടെ. സ്വതന്ത്രം ഒന്ന് തൊപ്പിയെടുത്തോട്ടെ.
26:34 യേശാവിന് 40 വയസ്സായപ്പോൾ അവൻ ഹിത്യനായ ബേരിയുടെ മകൾ യഹൂദത്തിനെയും ഹിത്യനായ ഏലോന്റെ മകൾ ബാസമത്തിനെയും ഭാര്യമാരായി പരിഹരിച്ചു. അവർ ഇസ്ഹാക്കിനും റിബേക്കയ്ക്കും മനോവസനത്തിന് കാരണമായി. ഒരുത്തം പോയി എടുത്തു, അതെന്തായി? മനോവസനം ഉണ്ടാക്കി. ആർക്ക്? അപ്പനും അമ്മയ്ക്കും. എന്നാൽ ദൈവം കൊടുത്തു, അതെന്ത് തീർത്തു? ദുഃഖം തീർത്തു, മനോദുഃഖം. അവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായി കാണത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ദൈവത്തിനെ അനുവദിച്ചാൽ, ഞാൻ എല്ലാ മക്കളോടും പറയുന്നൊരു കാര്യം, കല്യാണമൊക്കെ വരുന്നതിന് മുമ്പ് സീരിയസ് ആയിട്ട് ഉപസിക്കണം. ചിലപ്പോൾ ഈ കാര്യത്തിൽ വലിയ തീരുമാനങ്ങളൊന്നും കെട്ടിക്കാണത്തില്ല. പക്ഷെ സീരിയസ് ആയിട്ട് ഉപസിച്ചിട്ട് കർത്താവിൽ ആശ്രയിച്ച് തീരുമാനം എടുത്താൽ നാളെ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകാൻ നമുക്ക് ദൈവത്തോട് പറയാമല്ലോ, കർത്താവെ നീ അന്നാമല്ലോ, എന്നു വെച്ചാൽ റിപ്പയർ ചെയ്തോ. നമുക്ക് ദൈവത്തോട് പറയാമല്ലോ, റിപ്പയർ ഇറ്റ്, മേക്ക് ഇറ്റ്, മോൾഡ് ഇറ്റ്. ഇസ്ഹാക്ക് പോയി പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നു. എന്തുണ്ടായി? മരണദുഃഖം തീർന്നു. മരണദുഃഖം തീർന്നു. എല്ലാ മക്കളും പ്രാർത്ഥിക്കണം ഇത്. ഹി വെന്റ് ഔട്ട് ഓഫ് ദ വിൽഡർനെസ്. ചെറുപ്പക്കാരനാ, സുന്ദര കുലീനത്വമുള്ള ചെറുപ്പക്കാരൻ, എന്തിനു കുറവാ? പക്ഷെ പോയി പ്രാർത്ഥിക്കാൻ. ഹി വെന്റ് ഔട്ട് ദ വിൽഡർനെസ് ടു മെഡിറ്റേറ്റ്. ഇതൊക്കെ നമുക്കൊരു പാഠമായിരിക്കണം. ചെറുപ്പക്കാരൊക്കെ ഒറ്റയ്ക്ക് പോയിരുന്ന തനിച്ച് പ്രാർത്ഥിക്കണം. കുറച്ചു നേരം ഒരു സോളിറ്റ്യൂഡിൽ പോകണം. ഒരു ഗ്രൗണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിരുന്നു സോളിറ്റ്യൂഡിൽ പോയിരുന്നു ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം. കടൽ തീരത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നവരെ എനിക്കറിയാം, മലയിടുക്കുകളിൽ പ്രാർത്ഥിക്കാൻ പോകുന്നവരെ എനിക്കറിയാം, വയലരികത്തൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയാണ്. ഇന്ന് പൗരുഷൻ എന്ന് പറയുന്ന മിനിസ്ട്രി ഒരു വലിയ സ്വാധീന ശക്തിയായിട്ട് കർത്താവ് ഉയർത്തി. എങ്ങനെയാണ് ഉണ്ടായെന്നറിയോ ഈ ഒരു ഉണർവ്? ഒരു ദിവസം ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ഞാൻ, കഥാനദാസൻ, അനീഷ് പാസ്റ്റർ, റെനി വെസ്ലി, ചാക്കോസം തുടങ്ങിയവരെല്ലാം കൂടി ഇന്ന് പ്രാർത്ഥിക്കും. രാത്രി പകലാക്കി പ്രാർത്ഥിക്കും. അതിന് പ്രത്യേകിച്ച് ദിവസമൊന്നുമില്ല. പെട്ടെന്ന് നിയോഗം തന്നെ വിളിക്കും, സാറേ ഫ്രീ ആണോ? റെനി സാറേ ഫ്രീ ആണോ? പോരെ, ഇവിടെ എങ്കിൽ ഇവിടെ, തിരുവല്ല അല്ലെങ്കിൽ തിരുവല്ല, എവിടെങ്കിലും ഇരിക്കും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ഒരു സഹോദരൻ കുട്ടിക്കാനത്തൊരു വീടുണ്ട്. ഇവിടെ നല്ല പീക്ക് ടൈമിൽ മേടിച്ചിട്ടൊരു വീടാണ്. അപ്പൊ ഞാൻ വെറുതെ ബാബുചെറിയാൻ ഭാഷയെ വിളിച്ചിട്ട് പറഞ്ഞു, ഭാഷേ അവിടെ പോയിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ കൊടുത്തു. വെരി ഗുഡ് എന്നാ ഞങ്ങളോട് ഡേറ്റ് തീരുമാനിച്ചു. പാസ്റ്റർ അവിടെ വന്നു, ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെന്നു. 5-8 പേര് 2 ദിവസം അവിടെ നിന്ന് വെറുതെ പ്രാർത്ഥിക്കുക. വേറെ അജണ്ട ഒന്നുമില്ല, ഒള്ളി പ്രയർ. പ്രാർത്ഥനയ്ക്കിടയ്ക്ക് സമയത്ത് അന്ന് കോവിഡ് വരിക ഇറ്റലിയിലൊക്കെ, നിങ്ങൾക്കറിയാം. ഇറ്റലിയിൽ നിന്നൊക്കെ കോവിഡ് വന്നവർ വിളിച്ചു. ആരോ 1-2 പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ മോളവിടെ ഉണ്ട്, പ്രാർത്ഥിക്കണേ. അത് കഴിഞ്ഞപ്പോൾ ഇറ്റലിയിൽ നിന്ന് ഒരു കോൾ. പാസ്റ്റർ പേടിയാ. നിങ്ങൾ യൂട്യൂബിൽ നിന്ന് പാസ്റ്റർ നമ്പർ എടുത്ത് വിളിക്കുക. ആരോ അറിയാത്തോ. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ഭാരം. ഞാൻ പെട്ടെന്ന് പൗരുഷിൻ്റെ അന്നത്തെ മാനേജരായിരുന്നു, അദ്ദേഹം CEO ആണ്, അദ്ദേഹത്തെ വിളിച്ചു. അത് ടോണി. അങ്ങനെ വലിയ പരിചയങ്ങളൊന്നുമില്ല, എന്നാലും അറിയാം, പല സമയത്ത് ഒന്നിച്ചിടപെട്ടിട്ടുണ്ട്. പിന്നെ കൺവെൻഷനുകളൊക്കെ എന്നും അറിയാമെന്നല്ലാതെ അങ്ങനെ വലിയ ബന്ധമില്ലാത്തൊരു സമയം. സഹോദര, ഒത്തിരി പേര് വിളിക്കുന്നു, എന്ത് ചെയ്യാനൊക്കെ. ആർക്കെങ്കിലും വിളിക്കുക, ഒരു ഫോൺ നമ്പർ കൂടെ, പ്രാർത്ഥിക്കണം. വേണ്ടവർ നിങ്ങൾ വരാങ്ങിപ്പാ. അങ്ങനെ ഞാൻ ചെയ്യുന്നു. ഷാജിയം കൂടെ വന്നു. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥനയ്ക്കായി ആരംഭിച്ചു. പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർ വിളിക്കും. അന്ന് നമ്മുടെ മോനൊക്കെ അവിടുന്ന് ജർമ്മനിയുടെ പടമൊക്കെ ഇട്ട് തന്ന് പങ്കുചേർന്നാൽ അപ്പം പ്രാർത്ഥിക്കും. ആൾക്കാർ വിളിക്കും, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരമാണ് പെട്ടെന്ന് പ്രഖ്യാപിക്കുന്ന പ്രധാനമന്ത്രി നാളെ കഴിഞ്ഞ് ജനതാ കർഫ്യൂ ആണ്. വെള്ളിയാഴ്ച രാത്രെല്ലാം പ്രഖ്യാപിക്കുന്നു, സൺഡേ ജനതാ കർഫ്യൂ. ഞായറാഴ്ച ആരാധനയില്ല. അപ്പം ഞാൻ നിർബന്ധിച്ചു, അങ്ങനെ ഒക്കത്തില്ല, നമുക്ക് ആരാധിക്കണം. എങ്ങനെ? മീഡിയയിലൂടെ. ഓപ്പറേഷൻ വീട്ടിലെ സ്വഭാവവും. അങ്ങനെയാണ് പേരിട്ടത്, വീട്ടിലെ സ്വഭാവവും. പെട്ടെന്ന് ആരംഭിച്ചു. ഇന്നത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ഞായറാഴ്ച കാണുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ. പിന്നെ അതിനെ തുടർന്ന് എല്ലാ ദിവസവും നടക്കുന്ന മിനിസ്ട്രികൾ ആയിരങ്ങൾ കാണുന്നു. ഒറ്റ കാര്യത്തിലെ നടന്നത്, കുട്ടിക്കാനത്ത് പോയി 2 ദിവസം പ്രാർത്ഥിച്ചത്. He went out of the wilderness to meditate. We were there in the mountain of Kuttikanam for only 2 days.
ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എന്തിനാണെന്ന് അറിയില്ല, പക്ഷെ ആത്മാവ് കൂട്ടി വരുത്തി. അത് ഈ നിയോഗത്തിനായിരുന്നു. തീരുമാനിക്കുമോ പ്രാർത്ഥിക്കാൻ? ഒറ്റയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കണം. ദുഃഖങ്ങൾ മാറും. അമ്മയുടെ ദുഃഖം മാറി. ചെറുപ്പക്കാരെ ഉത്സാഹിപ്പിക്കുന്നു, ഇങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക. ധരിച്ചു പോയിരുന്നു പ്രാർത്ഥിക്കുക. അങ്ങനെ അബ്രഹാം വേറൊരു ഭാര്യ, 25-ാമത്തെ നല്ല ദുഃഖം മാറുന്നു. അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിക്കുന്നു. അങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ 2 കുഞ്ഞുങ്ങൾ ഉണ്ടാകും. ആരൊക്കെ? അവർക്ക് ഏശാവും യാക്കോബും. അതാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾ വളർന്നു. ഏശാവ് വേട്ടയും സമർത്ഥനും, 25-27. യാക്കോബ് സാദുശീലും കൂടാരവാസിയുമായി. 2 മക്കള് ഇസാക്കിനും പിന്നെ റിബേക്കയ്ക്കും കൂടെ ഉണ്ടായി. 2 മക്കൾ, ഏശാവും യാക്കോബും. വളരെ രസകരമായൊരു കാര്യമുണ്ട് ഇവിടെ സംഭവിക്കും. ഈ ആദ്യം നിങ്ങൾക്കെല്ലാം അറിയാം. പക്ഷെ ഇവിടെ എന്തായിരുന്നു പ്രശ്നം? ഇതൊരു ഗൗരവമായ രസകരമായ ഒരു കാര്യമാണ്. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ റിബേക്കയ്ക്ക് ഇഷ്ടം യാക്കോബിനെയായിരുന്നു, അപ്പനിഷ്ടം ഏശാവിനെയായിരുന്നു. മൂത്ത മോനും ഇളയ മോനും. അതിനൊരു കാരണം പറയുന്നത്, വേദപുസ്തകത്തിൽ പലപ്പോഴും ഇളയ മോനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതെന്തായിരിക്കാം മിസ്റ്ററി? നമുക്ക് ദൈവത്തിന്റെ പല കാര്യങ്ങളും അറിയില്ല. എങ്കിലും ഒരു കാര്യം, നമ്മളെല്ലാവരും ആദാമിന്റെ സന്തതിയാണ്. എന്നാൽ ക്രിസ്തുവിലാകുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ സന്തതിയാണ്. നമ്മുടെ ആദ്യം ജനിച്ച ആരാ? നമ്മൾ ജനിച്ചപ്പോൾ ജ്യേഷ്ഠൻ ആദാമിയാണ്. ആദാമിന്റെ അവകാശം ഡബിൾ പോർഷൻ ഉണ്ട്. പക്ഷേ ദൈവം എപ്പോഴും തിരഞ്ഞെടുത്തത് ഇളയവനെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ ജനിച്ചവനെ. സിമ്പിളായിട്ടാണ് അത് വ്യാഖ്യാനിക്കപ്പെടുന്നത്. മൂത്തവന് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ഫേവറിസം കാണിച്ചത്? അതൊരു കാര്യമായിരിക്കണം. ആദാമ്യ സന്തതി മൂത്തതാണ്. ക്രിസ്തുവിലുള്ള നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ ജനിക്കുമ്പോൾ ഇളയ സന്തതിയാണ്. അതുകൊണ്ടായിരിക്കണം ദൈവം എപ്പോഴും ഇളയവനെ തിരഞ്ഞെടുക്കുക. ആദാമിനെക്കാട്ടും നമ്മൾക്ക് അനുഗ്രഹം, അബ്രഹാമിന് അനുഗ്രഹം, ക്രിസ്തുവേശുവിൽ ജാതികളായി നമുക്ക് വരേണ്ടത്. വാത്സല്യ പ്രിയമുള്ളവരെ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. ശ്രദ്ധിക്കണേ, വളരെ രസകരമായ പ്രശ്നം. അപ്പനിഷ്ടം ഏശാവിനെയായിരുന്നു, അമ്മയ്ക്കിഷ്ടം ആരെയായിരുന്നു? യാക്കോബിനായിരുന്നു. അമ്മയുടെ പുന്നാരമോനും അപ്പന്റെ മൂത്തമോനും. ഇതായിരുന്നു ഈ വീട്ടിലെ പ്രശ്നം. ഇത് പലപ്പോഴും പല വീടുകളും ഉണ്ടാവും. എങ്ങനെ? അപ്പന്റെ മോളും അമ്മയുടെ മോനും. ഓരോരുത്തർക്കും ഓരോരുത്തരെ ഇഷ്ടം. അപ്പന്റെ മോനും മോളും അമ്മയുടെ മോനും, അല്ലെ അമ്മയുടെ മോളും അപ്പന്റെ മോനും. ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ചിലടത്ത് അങ്ങനെയല്ല, മക്കളും അമ്മ ഒറ്റക്കെട്ട്, അപ്പനും ഒറ്റ. വേറെ ചിലടത്ത് അപ്പനും മക്കളും കൂടെ ഒറ്റക്കെട്ട്, അമ്മ ഒറ്റ. ഇത് പാടില്ല. അപ്പനും അമ്മയും ഒറ്റ ടീം ആയിരിക്കണം. അപ്പനും അമ്മയും ഒറ്റ ടീം ആയിരിക്കണം. മക്കൾ സബ് ടീം ആയിരിക്കണം. മക്കളടിക്കുന്ന ഒരൊറ്റ പന്തും നമ്മുടെ കോർട്ടിൽ കയറരുത്. അമ്മ ബായിക്ക് നിൽക്കണം, അച്ഛൻ ഗോൾ പോസ്റ്റ് നിൽക്കണം. അടിച്ച് തെറിപ്പിച്ച് നമ്മുടെ അടിക്കുന്ന സകല പന്തും അവിടെ കോർട്ടിൽ കയറും. അതിനാരെ ഒന്നിച്ചിരിക്കണം? അപ്പനും അമ്മയും കൂടെ ഒന്നിച്ചിരിക്കണം. ഇല്ലെങ്കിൽ എന്താ പറ്റും? ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ടോ? ഇവന്മാർ ഭയങ്കര തന്ത്രജ്ഞാനികളാണ്. ഇവരാണ് ഭിന്നിപ്പിച്ച് ഭരിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അപ്പനും അമ്മയും തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാകില്ല. മക്കളെ പോലും ഇതിനകത്ത് ഇടപെടുത്തരുത്. അപ്പന്റെ കുറ്റം മക്കളോട് പറയല്ലേ, അമ്മയുടെ കുറ്റം മക്കളോട് പറയല്ലേ. കഴിഞ്ഞ ദിവസം എന്നോടൊരു അമ്മ സങ്കടത്തോടെ പറഞ്ഞു, അപ്പം മരിച്ചുപോയി, അവർ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പന്റെ ഏറ്റവും വലിയ ജോലി കുഞ്ഞിനെ അമ്മയ്ക്കെതിരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ. നിന്റെ അമ്മ അങ്ങനെ, ചില വിളിച്ചിങ്ങനെ പറയുന്നടാ നിന്റെ അമ്മ അങ്ങനല്ലേ, നിന്റെ അമ്മ അങ്ങനെ, നിന്റെ അപ്പൻ ഇങ്ങനെ, അപ്പന്റെ വീട്ടുകാരിങ്ങനെ. നോ, പറയരുത്. അപ്പനും അമ്മയും ഒറ്റക്കെട്ടടിക്കണം. നമ്മൾ ഒറ്റ ടീമായിരിക്കണം. പറഞ്ഞ മനസ്സിലായല്ലോ? ഭാര്യയും ഭർത്താവ് ഒറ്റ ടീം, മക്കൾ സബ് ടീം. മക്കൾ അടിക്കുന്ന ഗോൾ ഇങ്ങോട്ട് കയറും. ചിലപ്പോൾ എന്തോ പറ്റുന്നറിയാമോ? ഇപ്പൊ നാട്ടിലെ ഉദാഹരണം പറയാം. അപ്പൊ പറഞ്ഞു ടി വി കാണണ്ട. അമ്മ പറയാ, അതിന് പുള്ളി മേടിച്ച ടി വി അല്ല, എന്റെ ആങ്ങളെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വേണി ടി വി അല്ലയോ, കാണിട്ട് തന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. മക്കൾക്ക് സന്തോഷമായി. അപ്പൊ നിശബ്ദനായി. കാരണം അവിടെ ടി വി അല്ലയോ, അവിടെ ആങ്ങളുടെ ടി വി തല്ലിപ്പൊട്ടിക്കാൻ. മക്കളൊന്ന് പറഞ്ഞു, ഞാൻ ടൂറിന് പൊക്കോട്ടെ, അല്ലെ ഞാൻ ഇപ്പോൾ ഐഫോൺ അതിന് മേടിച്ചോട്ടെ. അപ്പൊ പറഞ്ഞു വേണ്ട. അമ്മ പറഞ്ഞു മേടിച്ചു, എന്റെ ATM കാർഡ് എടുത്തോണ്ട് മേടിച്ചു, അല്ലെ എന്റെ കാർഡിൽ നിന്ന് നീ ഓർഡർ ചെയ്തു. പറയരുത്. അപ്പം ചിലപ്പം പറഞ്ഞു തെറ്റായിരിക്കാം.
ഇപ്പോഴത്തെ കാലത്ത് കൊച്ചുങ്ങളെ എപ്പോഴും ഒത്തിരി നിർബന്ധിക്കണ്ട. എന്നാൽ പോലും അപ്പൻ്റെ മുമ്പ് പറഞ്ഞുടനെ തിരുത്തരുത്. ഇച്ചിരി കഴിഞ്ഞിട്ട് അപ്പനോട് എന്ന് പറയണം, ദോഷമല്ലേ, നമ്മുടെ പിള്ളേരെ നമ്മളല്ലാതെ അവിടെ ആഗ്രഹം ആരാ സാധിപ്പിക്കാൻ, മേടിച്ചു കൊടുക്കും. അപ്പോൾ അപ്പം കുറച്ച് കഴിഞ്ഞ് പറയണം, ഞാൻ മേടിക്കാൻ തീരുമാനിച്ചാൽ എങ്കിലും ഐഫോൺ മാക്സ് പ്രോ വേണ്ട, അതിന് ഇച്ചിരി കുറഞ്ഞ മേടിക്കാം, നിന്റെ അമ്മ പറഞ്ഞോളൂ. ആര് തിരുത്തണം? അപ്പം തന്നെ തിരുത്തണം. അമ്മയും കൊണ്ട് തിരുത്തിക്കില്ല. ഇവന്മാരാരാന്നറിയാമോ? ഇവന്മാർ കള്ളന് കഞ്ഞി വെച്ചന്മാരാണ്. ഇവർക്ക് നമ്മൾ ഇരിക്കാനിടം കൊടുത്താൽ അവന്മാർ കിടക്കും, കിടക്കാനിടം കൊടുത്താൽ അവന്മാർ നിൽക്കും, അവന്മാരാവസാനം നമ്മളെ ഇറക്കി വിടും. അതുകൊണ്ട് ഇവരുടെ മുമ്പിൽ ഒറ്റക്കെട്ടായി തോന്നും. ആര്? അപ്പനും അമ്മയും. മനസ്സിലാകുന്നുണ്ടോ? എത്ര വലുതായാലും അപ്പനും അമ്മയും ഒറ്റക്കെട്ട്, മക്കളെ സത്യം. അതുകൊണ്ട് ഭിന്നിപ്പിച്ച് പഠിപ്പിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രമുണ്ട്. വില പോകരുത് നമ്മളെടുക്കൽ. നമ്മളെന്തായിരിക്കണം? ഒറ്റക്കെട്ട്. ആര്? ഭാര്യയും ഭർത്താവും. പിള്ളേരെ, നിങ്ങൾ സത്യം. ഞങ്ങളടിക്കുന്ന സകല ബന്ധം നിങ്ങളുടെ കോട്ടി ഞങ്ങൾ കയറ്റും, നിങ്ങളടിക്കുന്ന സകല ബന്ധം ഞങ്ങൾ തിരിച്ചടിക്കും. ഞങ്ങൾ ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടും ഒറ്റക്കെട്ട്. ആർക്കെതിരെ? നിങ്ങൾക്കെതിരെ. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു ടീമായിട്ട് നിൽക്കും. എതിരല്ല. എതിരെന്ന് പറയാൻ ഒക്കത്തില്ല. ചില കാര്യത്തിൽ റെസ്ട്രിക്ഷൻസ് വേണം, പിള്ളേർക്കത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലേഖനം വായിച്ചു. ആന എപ്പോഴും കാട്ടാനെ പോലെ, കാട്ടാനെ അത്രയും ചെയ്തിരുന്നാ പറയും. നാട്ടാന എവിടെ നിന്നാലും ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കും, കാലിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. എന്തിനാണെന്നറിയാമോ? കാട്ടാനെ നാട്ടിൽ കൊണ്ടുവരുമ്പോൾ ട്രെയിനിൽ കുട്ടിയാനകളെ ചങ്ങലയിട്ട് കെട്ടിയിടും. ഈ ചങ്ങലയിട്ട് കെട്ടുമ്പോൾ ആന എന്തു ചെയ്യും? ആന ചങ്ങല വലിച്ച് പൊട്ടിക്കാൻ നോക്കുമ്പോൾ ആനയുടെ കാലം മുറി. ഈ ആനയുടെ കൊറ്റിയാനയുടെ കാലം മുറിഞ്ഞാൽ പാപ്പാൻ അവിടെ മരുന്ന് വെക്കത്തില്ല. അതിങ്ങനെ പഴുക്കാൻ അനുവദിക്കുമെന്ന്. എന്തിനാണെന്ന് ചോദിച്ചാൽ ചങ്ങല പിന്നെ വലിക്കുമ്പോൾ വേദനിക്കും. അതുകൊണ്ട് ഈ പഴുപ്പ് മാറിയാലും ആന വലുതായാലും ആനയ്ക്ക് വേണം വലിച്ചു പൊട്ടിക്കാം. പക്ഷെ ആന പൊട്ടിക്കുന്നില്ല. കാരണം കൊച്ചിലെ ചങ്ങല വലിച്ചപ്പോൾ മുറിഞ്ഞു തോർത്ത് എന്നും കാലിട്ടടിക്കും. അയ്യോ പേടിച്ച് അതാ ഇങ്ങനെ അനങ്ങിക്കനെങ്കിൽ. അപ്പോൾ ഒരു കാര്യം സത്യമാണ്, കുറച്ച് റെസ്ട്രിക്ഷൻ നല്ലതാ. കൊച്ചിലെ നാളെ വലുതാവുമ്പോഴും അയ്യോ വേണ്ടാന്നൊരു ചിന്ത വരും. കുടിച്ചോടാ മക്കളെ, കുടിച്ചോ. അതിനിപ്പോ എന്താ? അപ്പനും മക്കളും കൂടെ ഒന്ന് ഹോട്ടടിക്കുന്ന തെറ്റോ? വേണ്ടടാ, ഞാൻ ഹോട്ട്, നീ ബിയർ. തെറ്റും ശരിയും പറയണ്ട. ഒരു കാര്യം ഓർത്തോണം, നാളെ ഈ റെസ്ട്രിക്ഷൻസ് എല്ലാം പോകും. ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം റെസ്ട്രിക്ഷൻസ് ഇഷ്ടമില്ല. ശരിയല്ലേ? ആർക്കും റെസ്ട്രിക്ഷൻസ് ഇഷ്ടമില്ല. മദ്യപാനം, വാട്ട്സ് റോങ് ഇൻ ഇറ്റ്? ഇച്ചിരി കുടിച്ചു, ആരാ കുടിക്കാത്ത? ഈ കഴിഞ്ഞതാണെന്ന് പറയാൻ വേണ്ടി നിൽക്കുകയല്ല. പക്ഷെ ഇവിടെ ഒരു ടീം ബിൽഡ് ചെയ്യുകയാണ്. അടുത്ത ഒരു ടീമിനെ ഈ മത്സരകോളത്തിലേക്ക് ഇറക്കുമ്പോൾ അവരിലേക്ക് മൂല്യങ്ങൾ പകരുവാൻ ഭാര്യയും ഭർത്താവ് ഒരു ടീമായിട്ട് നിൽക്കണം. ഇവിടെയാണ് ഇസാക്കിനും റിബേക്കയ്ക്കും ഉണ്ടായ പരാജയം. അവർ രണ്ടായി പോയി. എൻ്റെ പൊന്നു പ്രിയരെ, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു കാര്യം ഞാൻ ഗൗരവമായി പറയട്ടെ, ഫാമിലി എന്നും ഒറ്റ ടീമായിരിക്കണം. ഇല്ലെങ്കിൽ ഇനി വരുന്ന അധ്യായങ്ങളിലേക്ക്, വരുന്ന ദുരിതങ്ങളിലേക്ക് പോകും. ഒരു മോൻ നഷ്ടപ്പെടുകയാണ്, ഓടിപ്പോകേണ്ട വന്നു. എന്തുകൊണ്ടാ? അമ്മയും മോനും ഒരു ടീമായി, അപ്പനും മോനും ഒരു ടീമായി. അല്ലെങ്കിൽ യേശാവും ഇസാഖും റിബേക്കും കൂടെ ഒന്നിച്ച് നിന്നിട്ട് കാര്യങ്ങൾ ആലോചിച്ച് യേശാവിനെ വിളിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെ എന്ത് സംഭവിച്ചു? രണ്ട് ടീമായി. തീരുമാനിക്കാമോ? ഞാനും ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു കാരണവശാലും. എത്ര ഫാമിലി ഇതിനകത്തുണ്ടെന്ന് എനിക്കറിയത്തില്ല. കല്യാണം കഴിച്ച എത്ര മക്കളുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഫാമിലി എല്ലാം പ്രാർത്ഥിക്കണം. വരാൻ പോകുന്ന ഒരു തലമുറയെ ബിൽഡ് ചെയ്യാൻ ഞങ്ങൾ ഒരു ടീമായിരിക്കും. യാതൊരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങൾ വഴക്കടിക്കില്ല. തീരുമാനിക്കാമോ? എനിക്ക് ഒരു കാര്യത്തിൽ ഞാൻ സന്തോഷം പറയാം. ഞാനൊരു അസ്വസ്ഥപ്പെട്ട ഭർത്താവായിരുന്നു. ഞാനും ഭാര്യ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തു. അല്ലാതെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട ഒരു സമയമുണ്ട്. എന്നാ ഇന്ന് ദൈവം കൃപ ചെയ്ത് അത് മാറി. കഴിഞ്ഞ ദിവസം എപ്പോഴോ കുറച്ച് നാൾക്ക് മുമ്പ് രാവിലെ എൻ്റെ മൂന്നാമത്തെ മോൻ എൻ്റെ കൂടെ വെളുപ്പിനെ വന്ന് കയറി കിടന്നിട്ട് കെട്ടിപ്പിടിച്ചൊരു ചോദ്യം ചോദിച്ചു. അപ്പ ഒരു കാര്യം കണ്ടിട്ടില്ല, ഒരു ആഗ്രഹം കൊണ്ട് സാധിപ്പിക്കാമോ? എന്താ മോനെ, നിനക്ക് ആഗ്രഹിക്കാൻ സാധിപ്പിക്കേണ്ട ഉടുപ്പ് വേണം, എന്താ വേണ്ടേ? അവൻ പറഞ്ഞു ഒന്നും വേണ്ട, പപ്പായും മമ്മയും കൂടെ ഒന്ന് അടി ഉണ്ടാക്കി കാണും.
ഞാൻ കണ്ടിട്ടില്ലത്. എനിക്ക് കാണണം. അപ്പ അമ്മയും കാണിച്ചൊരു ഷോ ആണ് കാണണം. അത് രസം. കണ്ടിട്ടില്ല. എനിക്ക് സത്യം സന്തോഷം തോന്നി. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു ഇവരുണ്ടാകുന്നതിന് മുമ്പ്. പക്ഷെ ദൈവം അത് മാറ്റി തന്നു. തീരുമാനിക്കാമോ ഇനിയും വരാൻ പോകുന്നു? ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഭാര്യയോട് പറയും, പിശാച് കേൾക്കരുത്, പ്രിയരെ കർത്താവ് കേട്ടാൽ മതിയല്ലോ. കർത്താവ് കേൾക്കുന്നു, ഒരു കുഴപ്പമില്ല. ഞാനും എൻ്റെ ഭാര്യ ഒറ്റ ടീമായിരിക്കും വരും തലമുറയ്ക്ക് വേണ്ടി. അങ്ങനെ തീരുമാനിക്കാവുന്നവരെല്ലാം ഒരു നിമിഷം തീരുമാനിച്ച് ഒരു വഴക്കും ഉണ്ടാകും, പ്രത്യേകിച്ച് മക്കളെ മുമ്പ് വെച്ച്. ഭാര്യ ഭർത്താക്കന്മാർ ഉള്ളവർ കരങ്ങളെ കോർത്ത് പിടിക്കുക, പ്രാർത്ഥിക്കാൻ പോവുക. വരാൻ പോകുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി നമുക്ക് ഒരൊറ്റ ടീമായിട്ട് നിൽക്കാം. ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായാൽ പോലും മക്കളുടെ മുമ്പ് വെച്ച് ഒരിക്കലും മഴ കടിക്കും. ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരിക്കലും ഒരു പ്രശ്നം വന്നപ്പോൾ മകനും ഭാര്യയും തമ്മിൽ പ്രശ്നം ഉണ്ടായപ്പോൾ അപ്പൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് ഓർമ്മയുണ്ടോ, ഞാനും നിന്റെ അമ്മയും കൂടെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? നിന്റെ അമ്മയെ ഞാൻ എടീന്ന് വിളിച്ച് നീ കേട്ടിട്ടുണ്ടോ? നിന്റെ അമ്മയെ ഞാൻ വഴക്ക് പറഞ്ഞ് നീ കേട്ടിട്ടുണ്ടോ? നിന്റെ മുമ്പ് വെച്ച് ഞങ്ങൾ വഴക്കടിച്ച് നീ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയടാ ഇപ്പോ എന്ന് പറയുമ്പോൾ തല കുനിച്ച് നിൽക്കുന്ന ഒരു മോൻ. അതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് 70ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു മനുഷ്യന്റെ നിൽക്കുമ്പോൾ തൻ്റെ മകൾ, ഡോക്ടറായ മകൾ സാക്ഷ്യം പറഞ്ഞ ഒരു സാക്ഷ്യം എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ആ മോള് സാക്ഷ്യം പറയാണ്, എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ എടീന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ അപ്പനും അമ്മയും കൂടെ വഴക്കടിച്ച് ഞാൻ കണ്ടിട്ടില്ല. മോളെ നല്ലത് എൻ്റെ അപ്പൻ എൻ്റെ അമ്മയെ വിളിച്ച് ഞാൻ കേട്ടിട്ടില്ല. അവിടെയൊക്കെ മുമ്പിലൊക്കെ ഇങ്ങനെ പോയി നമസ്കരിക്കാൻ തോന്നി, കയ്യും കുപ്പി. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? ഉണ്ടാകണം. ഈ ലോകത്ത് അങ്ങനെയും കൊച്ചു കൊച്ചു മനുഷ്യരുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിച്ച് കർത്താവ് ഒരു ടീമായിട്ട് നിൽക്കണം. വളരെ ഗൗരവപ്പെട്ട ഒരു ആലോചന പറഞ്ഞുകൊണ്ട് വരും ആഴ്ചകളിൽ നമ്മൾ തുടരും. പ്രാർത്ഥിച്ച് എല്ലാവരും കണ്ണുടച്ച് ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു ടീമായി നിൽക്കുവാൻ തയ്യാറാണ്. രണ്ടു കൂട്ടർ ടീമാണ്. സഭ ഒരു ടീമായിരിക്കണം. സഭയിൽ ഒരു വാക്ക് പോലും മക്കളുടെ മുമ്പിൽ വെച്ച് സഭയുടെ കുറ്റമോ ദൈവദാസന്റെ കുറ്റമോ വിശ്വാസികളുടെ കുറ്റമോ സംസാരിക്കരുത്. നാളെയും മക്കൾക്കത് ഇറച്ചിയാകും ചർച്ച വരാൻ. ഇതാണ് ചർച്ച്. അവിടെ പോയിട്ട് ഇവിടെ വന്നിരുന്ന കുറ്റം പറയുക, വി വോണ്ട് ലൈക്ക് ടു ഗോ ടു ദ ചർച്ച്, വി ഹേറ്റ് ദാറ്റ് എന്ന് നാളെ അവർ പറയും. അതൊരിക്കലും ഉണ്ടാകരുത്. അവിടെ മുമ്പിൽ വെച്ച് സഭയുടെ കുറ്റം പറയരുത്. അവിടെ മുമ്പിൽ വെച്ച് ദൈവദാസന്റെ കുറ്റം പറയരുത്. അത് അവരുടെ മനസ്സിൽ നമ്മളെ ഏൽപ്പിക്കാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. ഞാൻ ഇരിക്കുമ്പോൾ ഒരിക്കലും എനിക്കൊരു അർത്ഥം പറ്റി. ഞാനൊരു കർത്തദാസൻ മൂലം എനിക്കുണ്ടായൊരു ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ മക്കളത് കേട്ടു. പക്ഷെ അതും നമ്മൾ പറഞ്ഞൊരു കാര്യം അത് പറഞ്ഞ് മാറി സ്നേഹമായി. അടുത്ത പ്രാവശ്യം നമുക്കിതൊക്കെ അങ്ങനെ മറന്നു. നമ്മൾ ദൈവമക്കളല്ലേ. അടുത്ത മാസം കഴിഞ്ഞ കാലത്ത് കുറേ നാളുകളിൽ ഞാൻ ദൈവദാസൻ വീട് സന്ദർശിക്കുമ്പോൾ മക്കൾ തമ്മിൽ, കൊച്ചുമക്കൾ തമ്മിൽ വളരെ മുമ്പ് പറയുന്നു, പപ്പായിക്കിട്ട് അന്ന് പണി കൊടുക്കാം, നമുക്ക് ഇന്നൊരു പണി കൊടുക്കാം, ഇരിക്കുമ്പോൾ കസേര വലിച്ചേക്കാം. ഇനി ദൈവസന്ധി അവർക്ക് പണി കൊടുക്കാമെന്ന് പറയുക. അവർ തമ്മിൽ വേണ്ട പപ്പായിക്ക് പണി കൊടുത്ത് നമുക്ക് പണി കൊടുക്കണം. അവിടെ മനസ്സിലാ വൈരാഗ്യം കിടക്കുക. കാരണക്കാരൻ ഞാനല്ലേ. ഒരു കാരണവശാലും പറയരുത്. അപ്പന്റെ കുറ്റം മക്കളോട് പറയരുത്, അമ്മയുടെ കുറ്റം മക്കളോട് പറയരുത്, അപ്പന്റെ വീട്ടുകാരുടെ കുറ്റം മക്കളോട് പറയരുത്, അമ്മയുടെ വീട്ടുകാരുടെ കുറ്റം മക്കളോട് പറയരുത്, സഭാവിശ്വാസികളുടെ കുറ്റങ്ങൾ മക്കളോട് പറയരുത്, സഭാ ദേവദാസന്റെ കുറ്റം മക്കളോട് പറയരുത്. നമ്മളൊരു ടീമായിരിക്കണം. ടീം എ ആൻഡ് ടീം ബി. ടീം എ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ടീം ബി പിള്ളേർ. ടീം എ ഒന്നിച്ച് കളിക്കും. എന്തിനു വേണ്ടി? ടീം ബി എ ഒരു യുദ്ധക്കളത്തിൽ ഇറക്കാൻ വേണ്ടി, ഒരു ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി. ഒരിക്കലും ബി അടിക്കുന്ന പന്ത് എയുടെ കോട്ടിൽ കയറരുത്. എന്നാൽ എ അടിക്കുന്ന പന്തെല്ലാം ബിയുടെ കോട്ടിൽ കയറണം. അതുകൊണ്ട് ഒറ്റ വാക്ക് മറക്കരുത്. ടീം എ, ടീം ബി. ടീം എ പേരൻസ്, ടീം ബി പിള്ളേർ. ടീം എ എന്നും ഒറ്റക്കെട്ടായിരിക്കണം. കർത്താവ് അനുഗ്രഹിക്കും. പിതാവേ, അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരൊറ്റ ടീമായി നിന്നുകൊണ്ട് വരും തലമുറയെ പണിതെടുത്ത് കർത്താവിന്റെ രാജ്യത്തിൽ അവരെ ഉപയോഗിക്കത്തക്കവണ്ണം ബിൽഡ് ചെയ്യുവാൻ ഇടവരായി ഞങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് ഇവിടെയുള്ള ഓരോ കുടുംബങ്ങളെ, ഓരോ കപ്പിളിനെയും അനുഗ്രഹിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ അവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.